പാഠപുസ്തകത്തിലെ 334 Hallelujah.
പാഠപുസ്തകത്തിലെ 78 78. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയാകണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയാകണേ. നിൻ ഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നും ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പൂർണ്ണപ്രസാദവുമുള്ള നിന്നിടമെന്തെന്നോ ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിന്നിടമെന്തെന്നോ ഞാൻ അറിയുവാൻ. എന്മനം പുതുക്കി മാറുന്ന നിത്യം നിത്യമാനീലോകലാവണ്യം. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ദോഷം ചെയ്യുവാൻ ദോഷം ചെയ്യുവാൻ ഇല്ലെനിക്കു വന്നു നേരുന്നതെല്ലാം ഞാൻ അറിയുന്നു. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. തലയിലെ മുടികളുമെല്ലാം നിർമ്മലമായി അറിയുന്നു.
പാട്ടോട് പാടാം. 137 137.
കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ചിന്തിച്ചിട്ട്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3:12 തുടങ്ങി. ഫിലിപ്പീൻസ് 3:12 ഓൺവേർഡ്സ്. ഞാനിത് നേടിയെന്നോ പൂർണ്ണത പ്രാപിച്ചെന്നോ അല്ല അർത്ഥമാക്കുന്നത്, എങ്കിലും ഇത് നേടാൻ ഞാൻ യത്നിക്കുന്നു. കാരണം ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, അത് നേടിക്കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായി ഞാൻ കുതിക്കുന്നു. ക്രിസ്തു യേശുവിൽ ദൈവം നൽകുന്ന ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന സമ്മാനത്തിനായി ലക്ഷ്യത്തിലേക്ക് ഞാൻ ശീഘ്രം ഓടുകയാണ്. നമ്മിൽ പക്വത വന്നവരെല്ലാം ഇങ്ങനെ വേണം ചിന്തിക്കാൻ. നമ്മളിൽ ചിലർ മറിച്ച് ചിന്തിക്കുന്നെങ്കിൽ അതും ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. ഇതിൽ എഴുതിയേക്കുന്ന
അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതിന്റെ 15ാം സെന്റൻസ്, നമ്മിൽ പക്വത വന്നവരെല്ലാം ഇങ്ങനെ വേണം ചിന്തിക്കാൻ. നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് മച്യൂരിറ്റി. ഇംഗ്ലീഷിലാണെങ്കിൽ 15ാമത്തെ സെന്റൻസ് ഇങ്ങനെയാ, therefore let us as many as are mature have this mind, and if in anything you think otherwise, God will reveal even this to you. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം മച്യൂരിറ്റി. അറ്റ് ദി സെയിം ടൈം അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നതിന് ഒരു ശിശു ജനിക്കുന്നതിനോട് ഉപമിച്ചേക്കുന്ന വീണ്ടും ജനനം. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നവജാതരായ ശിശുക്കളെ പോലെ രക്ഷയിലേക്ക് വളർന്നു വരാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുക. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന വഴി ആരും മച്യൂർഡ് ആകത്തില്ല, നോ, ഇമ്പോസിബിൾ. അപ്പൊ ഇതിനകത്ത് ഈ മച്യൂരിറ്റിയിലേക്കുള്ള ഗ്രോത്തിലാണ് നമ്മൾ. വി ആർ ഓൾ ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മച്യൂരിറ്റിയാണ്. അറ്റ് ദി സെയിം ടൈം അവളിവിടെ പറയുകയാണ്, പക്വത വന്നവര് എങ്ങനെ ചിന്തിക്കും, പക്വത വരാത്തവർ എങ്ങനെ ചിന്തിക്കും. അതിൽ നിന്ന് ഇഫ് യു ആർ സിൻസിയർ നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്താൻ, അതിനുവേണ്ടിയാണല്ലോ നമ്മൾ കൂടി വരുന്നത്. നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻസ് അറിഞ്ഞ് അത് കുഴപ്പങ്ങളെ കറക്റ്റ് ചെയ്ത് റൈറ്റ് ഡയറക്ഷനിൽ മുമ്പോട്ട് കുതിച്ച് നമ്മുടെ എല്ലാം ഗോള് ഒരു ദിവസം നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. നമ്മൾ 2 Corinthians 5:10 ഫേമസ് ആ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കും. എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിലായിരുന്നപ്പോൾ ചെയ്തതിന്റെ റിവാർഡിന് വേണ്ടിയിട്ട്. കാരണം രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. ബട്ട് നിൽക്കുമ്പോൾ റിവാർഡിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഈ കൊറിന്ത്യൻ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഈ റിസറക്റ്റഡ് ബോഡിയെ കുറിച്ച് എഴുതിയിരിക്കുന്നിടത്ത് നക്ഷത്രങ്ങൾ തമ്മിലും വ്യത്യാസമുണ്ട്, ഗ്ലോറിയിൽ വ്യത്യാസമുണ്ട്, എറ്റേണിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗോളായിരിക്കേണ്ടത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എറ്റേണിറ്റിയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, നമ്മിൽ പക്വത വന്നവരെല്ലാം ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനി മറിച്ച് ചിന്തിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പക്വതയിൽ എത്താത്തവരെയും ദൈവം പക്വതയിലേക്ക് നടത്തും, പ്രൊവൈഡഡ് നമ്മൾ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കീഴിൽ നമ്മൾ തന്നെ താഴ്ത്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നമ്മൾ തന്നെ വിനീതരാക്കി. കാരണം നമ്മൾ കുറഞ്ഞ ലേഖനത്തിലൊക്കെ വായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് പുത്രന്റെ സ്വരൂപത്തോട് താതാത്മ്യം പ്രാപിക്കുക. അപ്പൊ ഈ മച്യൂരിറ്റി എന്ന് പറയുന്നത്, ദി എക്സ്റ്റെന്റ് ഓഫ് മച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പുത്രന്റെ ക്യാരക്ടർ പ്രാപിച്ചിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയേക്കുക. അപ്പൊ എത്രത്തോളം നമ്മൾ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുന്നു അത്രത്തോളം നമുക്ക് മച്യൂരിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു മച്യൂരിറ്റി ഇല്ല. അപ്പൊ ഇതില് മുഴുവൻ വായിക്കുന്നില്ല, അതിന്റെ 10ാം സെന്റൻസ് ആണ് പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്, ഞാനിത് നേടിയെന്നല്ല നേടാനായിട്ട് യത്നിക്കുന്നു. അപ്പൊ മച്യൂരിറ്റിയുടെ ഒരു സൈൻ എന്ന് പറയുന്നത് ഈ 10ാം സെന്റൻസില് 10ഉം 11ഉം സെന്റൻസിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, എത്രത്തോളം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണോ, ടു ദാറ്റ് എക്സ്റ്റെന്റ് വി ആർ മച്യൂർ. 10ാം സെന്റൻസ് ഇങ്ങനെ എഴുതിയേക്കുന്നത്, അങ്ങനെ ക്രിസ്തുവിനെയും അവന്റെ ഉയർപ്പിന്റെ ശക്തിയെയും അറിഞ്ഞ് അവന്റെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് അവന്റെ മരണത്തിൽ അവനെ പോലെയായി കഴിയുമെങ്കിൽ മരിച്ചവരിൽ നിന്ന് എനിക്ക് ഉയർത്തെഴുന്നേൽക്കാം. ഞാൻ ഇത് നേടിയെന്നോ പൂർണ്ണത പ്രാപിച്ചെന്നോ അല്ല അർത്ഥമാക്കുന്നത്, എങ്കിലും ഇത് നേടാൻ ഞാൻ യത്നിക്കുന്നു, കാരണം ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹ, ക്രിസ്തു യേശു എന്നെ അവന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പൊ വി ആർ നോട്ട് ബിലോങ്ങിങ് ടു അവർ സെൽസ്. നമ്മൾ ഈ 4ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അറിയുക കർത്താവ് വിശുദ്ധരെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. വി ആർ സെപ്പറേറ്റഡ്. നമ്മുടെ ആവശ്യത്തിനുള്ളവരല്ല, കർത്താവിന്റെ ഹിതം നിറവേറ്റാനായിട്ട് ഈ ലോകത്തിൽ തെരഞ്ഞെടുത്ത് ഭൂമിയിലാക്കി വെച്ചേക്കുന്നവരാണ്. കാരണം ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവിനെയും അവന്റെ ഉയർപ്പിന്റെ ശക്തിയെയും അറിയണം. ഇതെല്ലാം എഴുതിയേക്കുന്ന കാര്യങ്ങൾ എവരിത്തിങ് ഔട്ട്സൈഡ് ദി വേൾഡാണ്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ എല്ലാവരും സെയിം, ഒരു വ്യത്യാസമില്ല. നമ്മൾ ആരും കൂടുതൽ സ്പിരിച്വലോ ലെസ് സ്പിരിച്വലോ ഒന്നുമില്ല. ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മച്യൂരിറ്റി ആണ്. ഇറ്റ് മേ ബി റിലേറ്റഡ് ടു ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ക്രിസ്ത്യൻ എക്സ്പീരിയൻസ്. അതുകൊണ്ട് പുറത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അവന്റെ ഉയർപ്പിന്റെ ശക്തി അറിയണം. നമ്മൾ പത്രോസിൽ ഒരു ദിവസം വായിച്ചതാ, അതായത് നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും പൂർണ്ണമായും കർത്താവിലായിരിക്കാൻ വേണ്ടി അവനെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ആ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് പറഞ്ഞാൽ ഏത് ഡെഡ് കണ്ടീഷനിലും കർത്താവിൽ ആശ്രയം വെച്ചാൽ there is a resurrection, അല്ലെ, you will get back the life.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സ് എത്രത്തോളം ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മച്യൂരിറ്റിയുടെ സൈൻ. ക്രിസ്തുവിനെയും അവന്റെ ഉയർപ്പിന്റെ ശക്തിയെയും അറിഞ്ഞ് അവന്റെ പീഡാനുഭവത്തിൽ പങ്കുചേർന്നു. നമുക്ക് കർത്താവിനോട് കൂടെ കർത്താവിന്റെ സഫറിങ്സിൽ പങ്കുചേരാനുള്ള വില്ലിങ്നെസ്, അല്ല കർത്താവിന്റെ ക്രൂസിഫിക്കേഷനിൽ നമുക്കാർക്കും പങ്കുചേരാൻ പറ്റത്തില്ല. ബട്ട് അതായത് കർത്താവിനോട് കൂടെ അവന്റെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് അവന്റെ മരണത്തിൽ അവനെ പോലെയായി കഴിയുമെങ്കിൽ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം നടന്നു. ഈ കാര്യങ്ങൾ തന്നെ പൗലോസ് റിപ്പീറ്റഡ് ആയിട്ട് പൗലോസിന്റെ റൈറ്റിംഗ്സിലുണ്ട്. അതായത് മരണത്തിൽ അവനെ പോലെയായി. ഈ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 2 എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന 2-ന്റെ മുമ്പുള്ള സെന്റൻസ് തുടങ്ങി വായിക്കുക. 8 തുടങ്ങി വായിക്കുമ്പോൾ, എന്റെ സുവിശേഷത്തിൽ പ്രബോധിപ്പിച്ചിട്ടുള്ളത് പോലെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനും ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിനെ അനുസ്മരിക്കുക. ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ പീഡ സഹിക്കുന്നതും കുറ്റവാളിയെ പോലെ വിലങ്ങുകൾ വഹിക്കുന്നതും. ദൈവവചനത്തിനോ വിലങ്ങില്ല. അതിനാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഞാൻ എല്ലാം സഹിക്കുകയാണ്. അങ്ങനെ അവരും ക്രിസ്തുവിൽ നിത്യമഹത്വത്തോടു കൂടിയ രക്ഷ പ്രാപിക്കട്ടെ. ഈ ചൊല്ല് ശരിയാണ്. അവനോടുകൂടെ നാം മരിച്ചെങ്കിൽ അവനോടുകൂടെ നാം ജീവിക്കും. നാം സഹിച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ നാം വാഴ്ച നടത്തും. നാം അവനെ തള്ളിപ്പറഞ്ഞാൽ അവനും നമ്മെ തള്ളിപ്പറയും. നാം വിശ്വസ്തരല്ലെങ്കിലും അവൻ വിശ്വസ്തനായി നിലകൊള്ളും. കാരണം അവന് തന്നെ നിഷേധിക്കുക സാധ്യമല്ല. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന 11ാം സെന്റൻസ്, ഈ ചൊല്ല് ശരിയാണ്. അതായത് അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഒരു സേയിങ്, ഒരു ചൊല്ല, അല്ലെങ്കിൽ അവിടെ കോമൺലി യൂസ്ഡ് സെന്റൻസുകളായത്. ഈ ചൊല്ല് ശരിയാണ്. അവനോടുകൂടെ നാം മരിച്ചെങ്കിൽ അവനോടുകൂടെ നാം ജീവിക്കും. നാം സഹിച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴ്ച നടത്തും. നമുക്ക് മക്കളെങ്കിൽ അവകാശികളുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻഹെറിറ്റൻസുമായിട്ട് എഴുതിയേക്കുന്നിടത്തെല്ലാം അവനോടുകൂടെയുള്ള മരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനോടുകൂടെ നാം മരിച്ചാൽ വാഴ്ച നടത്തും. അതവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മരണത്തിൽ അവനെ പോലെയായി. നമുക്ക് കർത്താവ് എന്നെ ക്രൂശിക്കാൻ കൊണ്ടുപോവാ. ഇപ്പൊ 2 കള്ളന്മാരും കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞു, എന്നെ പിൻപറ്റുന്നവൻ തന്നെ ത്യജിച്ച് ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. അപ്പൊ ഈ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തൂക്കിക്കൊല്ലുക എന്ന് പറയുന്ന പോലത്തെ അന്നത്തെ എക്സിക്യൂഷൻ മെത്തേഡാ. അപ്പൊ ആ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന, കർത്താവിന്റെ കാര്യം വിട്, ആ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന ആ കള്ളന്മാർക്ക് what is lying ahead? Leaving the world. There is no worldly ambition. Those who are carrying the cross. ഇല്ല, മരിക്കാൻ പോവാം. ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുള്ള നോ വേൾഡ്ലി അംബീഷൻ. അതവിടെ പൗലോസ് പറയുന്നത്. പൗലോസ് പോലും ഇത് നേടിയിട്ടില്ല, നമ്മൾ നേടിയിട്ടില്ല. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കോണമെന്നല്ല. നമ്മൾ ഇത് അറ്റൈൻ ചെയ്തിട്ടല്ല മരിക്കാൻ പോകുന്നത്. ഇതിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ നമ്മൾ കൊഴിയും. അറ്റ് ദി സെയിം ടൈം ദി ഗ്രേറ്റർ ദി ബെറ്റർ. എത്രത്തോളം നമുക്ക് ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ തേജസ്സോട് കൂടി കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. അതുകൊണ്ട് ഈ ക്രൂശ് എടുത്തവന്റെ ക്രൂശും ചുവന്നുകൊണ്ട് എക്സിക്യൂഷൻ പ്ലേസിലേക്ക് പോകുന്നു. അതാ കർത്താവ് പറഞ്ഞു, അനുദിനം തന്നെ ക്രൂശ് എടുത്ത് എന്നെ പിൻപറ്റാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ, ഇതാ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മച്യൂരിറ്റി. അതുകൊണ്ട് എല്ലാവരും മച്യൂരിറ്റിയിൽ എത്തുന്നോ ഇതിൽ നമ്മൾ എത്തിപ്പെട്ടെന്നല്ല, ഇത് നമ്മുടെ ഗോൾ. അതാ പൗലോസ് പറയുന്നത്, ഇത് ഞാൻ നേടിയെന്നല്ല, പക്ഷെ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരും ഇത് നേടിയില്ല, പക്ഷെ let us try to make it as a goal of our life, forgetting the world, things in the past. ഞാൻ തന്നെ ചെറുപ്പത്തില് ഈ അന്ന് വണ്ടിയും ഈവൻ ബസ്സൊക്കെ കയറുന്നതൊക്കെ റയറായി. നടന്ന് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ബസ്സിൽ ആദ്യമായിട്ട് കയറുമ്പോ പുറത്തേക്ക് നോക്കുമ്പോ ഈ മരങ്ങള്, വീട്, സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓടിപ്പോവുക പുറകോട്ട്. സത്യത്തിൽ അത് ഓടുന്നില്ല, നമുക്കറിയാം. പക്ഷെ നമ്മൾ മുമ്പോട്ട് ഓടുമ്പോൾ ഈ സ്റ്റേഷനറി ഒബ്ജക്ട്സ് എല്ലാം ഇങ്ങനെ പുറകോട്ട് ഓടുന്നതായിട്ട് നമുക്ക് തോന്നും. സെയിം വേ നമുക്ക് ഈ ലോകത്തിലെ സാധനങ്ങൾ ഇങ്ങനെ പുറകോട്ട് ഓടിച്ചു വിട്ടിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിക്കാം. അതിന്റെ 14ാം സെന്റൻസ് ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഗോൾ ഇതാണ്: ക്രിസ്തു യേശുവിൽ ദൈവം നൽകുന്ന ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന സമ്മാനത്തിനായി
ലക്ഷ്യത്തിലേക്ക് ഞാൻ ശീഘ്രം കുതിക്കുകയാണ്. പൗലോസ് പുറകോട്ട് നോക്കിയിട്ടില്ല. എന്നാൽ ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ കണ്ണ് അഞ്ചിക്കുന്ന ആ പ്രകാശം കണ്ടതിന് ശേഷം ഹി നെവർ ടേൺ ബാക്ക്. നമ്മളെല്ലാം പുറകോട്ട് നോക്കുന്നവരും നമ്മളെല്ലാം ലോകത്തിന്റെ ഭാര്യയെ പോലെയൊക്കെ നോക്കുന്നവരൊക്കെ ഇറ്റ് ഈസ് ട്രൂ. ബട്ട് നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ കാരണം കൊണ്ടാണ്. നമ്മൾ പാടാറില്ല, നിൽക്കുന്നതും കൃപയല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, അതായത് ദൈവം പാപം പൊറുക്കുന്നില്ല എങ്കിൽ നമുക്ക് ആർക്കും ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പറ്റത്തില്ല. അപ്പം കർത്താവിന്റെ കരുണയാണ് ഈ സാം 130. അത് ചിന്തിക്കുന്നതല്ല. കാരണം അതിന്റെ 3-ാം സെന്റൻസിൽ കർത്താവെ നീ അപരാധങ്ങൾ കണക്കിലെടുത്താൽ കർത്താവെ ആർക്ക് നേരെ നിൽക്കാൻ കഴിയും? നമുക്ക് നമ്മുടെ ലൈഫ് എടുത്താൽ നമ്മുടെ ലൈഫ് നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കാരണം ഒന്നുമില്ല നമ്മുടെ ഇത്. കർത്താവ് നീ അപരാധങ്ങൾ കണക്കിലെടുത്താൽ കർത്താവെ ആർക്ക് നേരെ നിൽക്കാൻ കഴിയും? പക്ഷെ അതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, എന്നാൽ നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതോർത്ത് ഞങ്ങൾ നിന്നോട് ഭയഭക്തിയുള്ളവരാണ്. ബട്ട് നോർമലി ഹാപ്പനിങ് ഈസ് ജസ്റ്റ് ദി റിവേഴ്സ്. ദൈവം പാപം പൊറുക്കുന്നതുകൊണ്ട് ഇവിടെ എഴുതിയേക്കുന്നത് അതുകൊണ്ട് ഭയം വർദ്ധിക്കുന്ന. പക്ഷെ നോർമലി ദൈവത്തിന്റെ പാപക്ഷമയിൽ മനുഷ്യന് ദൈവഭയം കുറഞ്ഞു പോവുകയായിരുന്നു. ഞാൻ ഇംഗ്ലീഷോടെ വായിക്കാം. 134 ഇങ്ങനെ എഴുതിയേക്കുന്നത്, ബട്ട് there is forgiveness with you that you may be feared. പക്ഷെ many times അങ്ങനെയല്ലേ, since there is forgiveness let's fear the God. ബട്ട് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ദൈവം അത് ക്ഷമിച്ചു തരുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ ഭയപ്പെടുകയുണ്ട്. കാരണം ഇനിയും ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. കാരണം കർത്താവിന്റെ കരുണ കൊണ്ട് വീണ്ടും നമ്മളെ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഏകബലിയാൽ നമ്മളെ എന്നേക്കുമായിട്ട് പവിത്രീകരിച്ചു, ശുദ്ധീകരിച്ചു. അപ്പൊ നമ്മള് ആ ദൈവത്തിന്റെ ഫോർഗീവ്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരായിരിക്കരുത്, ഭയത്തോടു കൂടി. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അപരാധങ്ങൾ ദൈവം കണക്കിലെടുത്ത് നമുക്ക് ആർക്കും ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ഹോപ്പ് ആൻഡ് സ്കോപ്പ് ഉള്ളത് കർത്താവിന്റെ കരുണ, കർത്താവിന്റെ മേഴ്സി, കർത്താവിന്റെ അചഞ്ചല സ്നേഹം, കർത്താവിന്റെ നമുക്ക് നമ്മളിന്ന് പാടിയ പോലെ തന്നെ കർത്താവിന്റെ കോപം ക്ഷണ നേരത്തേക്ക്, എന്നാൽ കരുണ ആയുഷ്കാലം മുഴുവൻ. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്ന, അല്ലെ നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ ഒരു പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല, ഇനി ചെയ്യില്ല എന്ന് പറയാനും ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഗോൾ എന്ന് പറയുന്നത് ഇതാ, ആ ഫിലിപ്പിലേന് 3:15 അപ്വേർഡ് കോളിംഗ്, ഉന്നതത്തിലേക്കുള്ള വിളിക്കുള്ള സമ്മാനം. 3 നമ്മുടെ ഏതാ വായിക്കാം, 3:14 ക്രിസ്തു യേശുവിൽ ദൈവം നൽകുന്ന ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന സമ്മാനത്തിനായി ലക്ഷ്യത്തിലേക്ക് ഞാൻ ശീഘ്രം കുതിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട് 2 കൊരിന്ത്യൻസ് 10 നാം ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും ലൗകികമായിട്ടുള്ള പോരാട്ടമല്ല. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്, നമ്മൾക്ക് വേർഡ്ലി ഡിസൈഡ്സ് ഉണ്ട്, അംബിഷൻസ് ഉണ്ട്, നീഡ്സ് ഉണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും, ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവർ ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും അവർക്ക് എപ്പോഴും ഒരു കാര്യം അറിയാം, ദേ ആർ നോട്ട് ഗോയിങ് ടു സെറ്റിൽ ദെയർ. കാരണം അവർ പറയുന്നത് നാട്ടിൽ പോകാന്നേ പറയത്തുള്ളൂ. കാരണം ഡിഫറെന്റ് നാട്. അതവിടെ ഈ 3:20 തുടങ്ങി, നമ്മളാകട്ടെ സ്വർഗത്തിലെ പൗരന്മാരാണ്, അവിടെ നിന്ന് വരുന്ന ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു, എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തന്റെ ശക്തി പ്രയോഗിച്ച്. അതാണ് നമ്മുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. എല്ലാം തനിക്ക് വിധേയമാക്കുന്ന തന്റെ ശക്തി പ്രയോഗിച്ച് അവൻ നമ്മുടെ നിസാര ശരീരത്തെ രൂപാന്തരപ്പെടുത്തി അവന്റെ മഹത്വപൂർണമായ ശരീരത്തിന് സ്വന്തമാക്കും. അപ്പൊ ആ കർത്താവിന്റെ ആട്രിബ്യൂട്ട് നമുക്ക് വലിയ ആശ്വാസം. എല്ലാം തനിക്ക് വിധേയമാക്കുന്ന അവന്റെ ശക്തി. 1 Peter 3 മാലാഖമാരും അധികാരങ്ങളും വാഴ്ചകളും എല്ലാം അവന് വിധേയമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവ്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ സങ്കീർത്തനങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സുപ്രീം സോവറിറ്റിയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രീഫല്ല, ഫിയർ സ്ട്രിക്കണായി. കാരണം ഞാൻ ആദ്യം നമുക്കറിയാമെങ്കിലും നമ്മുടെ ദൈവമാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് എഴുതിയേക്കാണ്, ദൈവം സ്വർഗത്തിൽ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു, ഭൂമിയെ അവൻ നീതിയോടെ വിധിക്കുന്നു. എൻ്റയർ നേഷൻ ഈസ് അണ്ടർ ഹിസ് അതോറിറ്റി. നെബൂഖദ്നേസർ നോക്ക്, നെബൂഖദ്നേസറിന്റെ കഷ്ടങ്ങളെല്ലാം കഴിഞ്ഞു പറഞ്ഞു, അന്ന് അണ്ടർസ്റ്റാൻഡിങ് ഇതാ, ഞാൻ സ്വർഗസ്നായ ദൈവത്തെ വാഴ്ത്തുന്നു,
അവന്റെ കരത്തെ ഞാൻ വായിക്കാം. ഡാനിയൽ 4 chapter 4 ഈ സങ്കീർത്തനം 1 and the other ഒന്ന് സമയം പോലെ വായിക്കാനായി ഐ റെക്കമെൻഡ് എവരിബഡി. നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നും വായിക്കുന്നതോറും പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഡാനിയൽ 4 അതിന്റെ 35 തുടങ്ങി വായിക്കുക. സർവഭൂവാസികളും ഒന്നുമല്ല. 34 തുടങ്ങി. ആ ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നെബൂഖദ്നേസർ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് വിവേകം തിരിച്ചു കിട്ടി. He was a pure Gentile. One of the most wicked kings ever lived എന്നാ പറയുന്നത്. സെദക്കിയുടെ കണ്ണു കുത്തിയെടുത്തത് ഇങ്ങനെയാണ്. ഇത്രയും ക്രൂവലായിട്ടുള്ള മനുഷ്യൻ ജീവിച്ചിട്ടില്ലെന്ന സെക്കുലർ ഹിസ്റ്ററി പറയുന്നത്. അതുപോലെ ഒരു മനുഷ്യന് ദൈവം ഒന്ന് സ്പർശിച്ചപ്പോൾ ഉണ്ടായ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. എനിക്ക് വിവേകം തിരിച്ചു കിട്ടി, ഞാൻ അത്യുന്നതനെ വാഴ്ത്തി, എന്നെന്നും ജീവിക്കുന്നവനായ അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നെന്നും നിലനിൽക്കുന്ന ആധിപത്യം, അവന്റെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. സർവഭൂവാസികളും ഒന്നുമല്ല. ആകാശജാലത്തോടും ഭൂവാസികളോടും അവൻ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. ആർക്കും അവന്റെ കൈ തടയാനോ നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കാനോ സാധ്യമല്ല. അപ്പോൾ എനിക്ക് വിവേകം തിരിച്ചു കിട്ടി. എന്റെ രാജ്യത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ പ്രതാപവും പ്രൗഢിയും എന്നിലേക്ക് മടങ്ങി വന്നു. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. ഹി എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് ത്രോൺ ഓൺ ഹൈ. ഈ നമ്മൾ ഇന്നലെ അടുത്ത ദിവസം ചിന്തിച്ച 103 സങ്കീർത്തനത്തില് അതിന്റെ 19 സെന്റൻസിൽ നമ്മൾ വായിക്കുക. 103:19 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യം എല്ലാറ്റിലും മേൽ ഭരണം നടത്തുന്നു. അതൊക്കെ ഈ ദൈവം നമ്മുടെ ദൈവം. സോ നമ്മുടെ പ്രിവിലേജ് ഒന്ന് ആലോചിച്ച് നോക്ക്. കർത്താവ് സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന അവന്റെ രാജ്യം എല്ലാറ്റിനും മേൽ ഭരണം നടത്തുന്നു. ആലോചിച്ച്, എല്ലാറ്റിന്റെ മേലും നിയന്ത്രണമുള്ള, മനുഷ്യന്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, ഭൂമിയിൽ നമ്മൾ അബ്രാഹാം പറഞ്ഞ കാര്യം, അത് ഭൂമിയുടെ മുഴുവൻ വിധികർത്താവായവൻ നീതി നടത്താതിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്കൊരു നീതിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിലുള്ള ജീവിതം, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു ജീവിതം, അതാണ് ഉന്നതത്തിലേക്കുള്ള അപ്വേർഡ് കോളിംഗ്. കൊളോസിലെ നമ്മൾ വായിക്കുന്നുണ്ട്, സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ദി ലോർഡ് സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് എബോവ്. അപ്പൊ നമ്മൾ ഈ ലോകത്തിലും, ഇപ്പൊ നമ്മളെല്ലാവരും അതെ, ലോകത്തിലും മുകളിലും മനസ്സുള്ളവരാണ്. നമ്മൾ ആരും ടോട്ടലി വേൾഡ്ലി അല്ല. നോ, നമ്മൾ വരാനിരിക്കുന്ന രക്ഷിതാവിനെ കാത്തിരിക്കുന്നവരാണ്. അപ്പൊ ലെറ്റ് us സ്ട്രൈവ് ഹാർഡ് ടു ആ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സ്ട്രൈവ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് 2080 ആണെങ്കിൽ അത് നമുക്ക് അപ്വേർഡ് കോളിംഗ്, അതായത് നമ്മുടെ മനസ്സിനെ ഉന്നതത്തിലെ കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പിക്കാൻ. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിച്ചാൽ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് ദി സെയിം ടൈം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ ഈ ഭൂമിയിൽ നിന്ന് പറിക്കാൻ പറ്റൂ. അല്ലാതെ അതുകൊണ്ടാണ് വിശ്വാസത്തിലുള്ള വളർച്ചയെ കുറിച്ച് പ്രത്യേകം എഴുതിയിരിക്കുന്ന റോമൻസിലൊക്കെ നമ്മൾ വായിക്കുക, ഫെയ്ത്ത് ടു ഫെയ്ത്ത്. എല്ലാ ലേഖനങ്ങളിലും പറയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്നേഹവും വർദ്ധിക്കുന്നു. ലെറ്റ് us strive hard to grow in the faith. അതായത് മോശയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ അദൃശ്യനായവനെ കണ്ടിട്ട് എന്ന പോലെ ഉറച്ചു നിന്നു. അബ്രാഹത്തെ വിളിച്ചപ്പോ എവിടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അബ്രാഹത്തിന് അറിയായിരുന്നു. One who puts his trust in the Lord will never be put to shame. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവൻ, കർത്താവിൽ വിശ്വസിക്കുന്നവൻ, കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരെ ഇതുവരെ ലജ്ജിപ്പിച്ചിട്ടില്ലാത്തൊരു ദൈവം. അപ്പൊ നമുക്കും ധൈര്യത്തോടെ കർത്താവില് നമുക്ക് ആശ്രയം വെക്കാം. അപ്പൊ നമുക്ക് പൗലോസ് പറഞ്ഞേക്കുന്ന പോലെ പുനരുത്ഥാനത്തിന്റെ ശക്തി, മരണത്തിൽ, അതൊരു ഇത്തിരി ഒരു സാക്രിഫിഷ്യൽ ആയിട്ടുള്ള, മരണത്തിൽ അവനെ പോലെയായി. കാരണം മരണത്തിൽ അവനെ പോലെ ആയി എന്ന് പറഞ്ഞാൽ കുരിശെടുത്തോണ്ട് പോകുന്ന മനുഷ്യന് നോ വേൾഡ്ലി ആംബിഷൻസ്, നോ ലുക്കിംഗ് ബാക്ക്. ഇനി നിത്യത മാത്രമേ പ്രതീക്ഷയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. നമുക്ക് നിത്യതയായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് സീറോയാ. ആഫ്റ്റർ 100 years നമ്മൾ ആരും കാണത്തില്ല. അപ്പൊ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യണം, മാക്സിമം സ്ട്രഗിൾ ചെയ്യണം. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന പോലെ കർത്താവ് പറയുന്നതിൽ ഒരു വിഡ്ഢിയായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ തന്നെയാണ്. അതായത് തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ദൈവസന്നിധിയിൽ സമ്പന്നനാകാത്ത മനുഷ്യന്റെ ഗതി ഇങ്ങനെ തന്നെയാണ്. കർത്താവ് അവനെ ഫൂൾ എന്നാണ് വിളിക്കുന്നത്. യു ഫൂൾ,
this night if your soul is being taken, what you will do with your earnings? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ ഏർണിങ്സും ലോകത്തിലെ സ്വപ്നങ്ങളെല്ലാം ഇറ്റ് ക്യാൻ ഫിനിഷ് അറ്റ് എനി ടൈം. അറ്റ് ദി സെയിം ടൈം നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മോട് കൂടി ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കാം. അറ്റ് ദി സെയിം ടൈം അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നമ്മൾ ഇതാരും നേടിയെന്നല്ല, പക്ഷേ പിമ്പിലുള്ളത് മാറുന്നു. നമ്മൾ നല്ലതും ചെയ്തിട്ടുണ്ടാവും, ചീത്തയും ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നല്ലത് കർത്താവിന് വേണ്ടി നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഫെയിലിയേഴ്സും ഉണ്ടാവും. ലെറ്റ് us forget about it. അതെല്ലാം നമ്മൾ ചെയ്തതിനനുസരിച്ച് കർത്താവിന്റെ കയ്യിൽ അതിന്റെ ഡേറ്റ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അല്ലെങ്കിലും പ്രതിഫലത്തിന് വേണ്ടി അല്ലോ നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. നോ, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് ഇനി വയസ്സുകാലത്ത് മക്കൾ നോക്കുമെന്ന് വിചാരിച്ചാണ് മേ ബി, ബട്ട് അറ്റ് ദി സെയിം ടൈം ഇല്ല, പ്രതിഫലത്തിന് വേണ്ടി കർത്താവിന് ദാനം കൊടുത്തവൻ ആരുമില്ല. കാരണം കർത്താവിനൊന്നും കൊടുക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ഇത് കർത്താവ് തന്നതാ. ഒരാൾ തന്ന സാധനം തിരികെ കൊടുക്കുമ്പോൾ നമുക്കൊന്നും അഭിമാനിക്കാനില്ല. അതുകൊണ്ട് ആ ഉന്നതത്തിലേക്കുള്ള വിളി, പിമ്പിലുള്ളത് മാറുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം പോയില്ലേ, ഒന്നുമില്ല. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനം പ്രാപിച്ച് ദൈവത്തോടു കൂടെ എന്നും ആയില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായ എല്ലാം പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആത്മാവിന് വേണ്ടി നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി മോർ ആൻഡ് മോർ ഇൻവെസ്റ്റ് ചെയ്യാം. പുനരുത്ഥാനത്തിന്റെ ശക്തി മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാം. ലെറ്റ് us be willing to die along with the Lord. കർത്താവ് ക്രൂശ് സഹിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ പിള്ളേർ കഷ്ടം സഹിക്കുമ്പോൾ, അല്ലെ പിള്ളേർക്ക് രോഗം വന്നാല് നമ്മൾ ഉറങ്ങാതിരിക്കാറുണ്ട്, കഷ്ടം സഹിക്കാറുണ്ട്. മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാണെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതലായിട്ട് നമ്മുടെ കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള വില്ലിങ്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ലെറ്റ് us be willing to die with the Lord. ലിറ്ററൽ ഡെത്ത് അല്ല, അത് എളുപ്പമാണ്. അറ്റ് ദി സെയിം ടൈം ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ സ്വപ്നങ്ങളെ കർത്താവിന് വേണ്ടി നമുക്ക് ക്രൂസിഫൈ ചെയ്യാം. കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ നമുക്ക് സമയമെടുക്കാം. പാപത്തിൻ ശിക്ഷകൾ നീക്കി എനിക്കാശ്രയം നിന്നെ പോലെ നടന്നു വഴിയെ പോലെ ഞങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ മുഖത്തിൽ ലോകത്തിൽ ലഭിച്ചതല്ല. ഞങ്ങളുടെ പലപ്പോഴും പലതൊന്നും കഥാവെ തടസ്സം നിർത്തുന്നതാണ് പലപ്പോഴും ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളെ തന്നെ കർത്താവ് തടസ്സുന്നു. കർത്താവ് മാറ്റേണ്ടതിനെ മാറ്റാൻ, ചെത്തേണ്ടതിനെ ചെത്തുവാൻ കർത്താവെ എന്ന് പലക്കാലം കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ഞങ്ങളെ ജീവിപ്പാൻ നിൽക്കണം, ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ നിൽക്കണം. കർത്താവെ ശരിയാക്കണം. ഞങ്ങൾ പോവും, ഞങ്ങൾ തോറും കർത്താവെ ഞങ്ങളുടെ സംസാരത്തിന്റെ കുറവുകൾ കർത്താവെ ഞങ്ങളെ കർത്താവെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും വചനങ്ങളെ കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കണ്ണാടിയിൽ നിന്ന് കാണുവാൻ, ഞങ്ങളുടെ കുറവുകളെ കണ്ടിട്ട് അത് ഒന്ന് ശോധന ചെയ്തിട്ടൊന്ന് മാറ്റുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, നിന്റെ വരവിനാണ് കാണുന്നത്. അത് തക്കതായ കർത്താവെ ഞങ്ങളുടെ തന്നെ ശോധന ചെയ്തിട്ട് ഞങ്ങൾ നിന്റെ ക്രൂശിന്റെ ഏത് പടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്
കർത്താവെ ഞങ്ങളെ തന്നെ കാണുവാൻ തക്കണം ഈ കാര്യം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് കുറ്റങ്ങൾ എന്തെങ്കിലും ഒന്ന് ക്ഷമിക്കണമേ. യേശു രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗ്ഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗ്ഗം നൽകണേ. എല്ലാത്തിനും കർത്താവിനെ നന്ദി പറയുന്നു. ജീവിതത്തിൽ ചെയ്തത് എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളെ കൈവിടാതെ നടത്തിയില്ല കർത്താവെ, കാത്തുപരിപാലിച്ചു ദൈവമേ. എല്ലാത്തിനും കർത്താവിനെ നന്ദി പറയുന്നു. ഞങ്ങളുടെ നാളുകൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങൾ നിറയുമ്പോൾ കർത്താവ് ഞങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഞങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം അതാണല്ലോ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രവൃത്തി. കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവെ പരിശുദ്ധാത്മാവിനെ നടത്തി അങ്ങയുടെ സ്വഭാവത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ ദിവസവും ഞങ്ങൾ കർത്താവെ ദൈവത്തിലേക്ക് വളരുവാൻ, ദൈവത്തിന്റെ പ്രതിച്ഛായയിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് പല പല പാവങ്ങളും ഞങ്ങളെ പെട്ടുകിടക്കണമല്ലോ കർത്താവെ. ഞങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി കർത്താവെ പല പാവത്തിന്റെ ബന്ധനങ്ങളും കർത്താവെ ഞങ്ങളെ വഴിമുടക്കാണല്ലോ കർത്താവ്. അതിനെ കറുത്ത് കളയണേ പരിശുദ്ധാത്മാ ശക്തിയാൽ കർത്താവെ. അതിനെ അടുത്ത് അറുത്ത് കളഞ്ഞ കർത്താവ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിലേക്ക് വരുവാൻ കർത്താവെ, ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കണം കർത്താവെ, അതിയായിട്ട് ആഗ്രഹിക്കണം കർത്താവ്. ഇത് ലോകത്തിനോട് വേറെ ഒന്നും വേണ്ട കർത്താവെ. ദൈവത്തിലേക്ക് വരുവാൻ കർത്താവ്, ദൈവത്തിലേക്ക് വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും അറുത്ത് കളഞ്ഞുകൊണ്ട്, എല്ലാത്തിനെയും വഴിമാറ്റിക്കൊണ്ട് കർത്താവ് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളെ കൊണ്ട് സാധിക്കുക കർത്താവെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊണ്ട് മാത്രമേ കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഓരോ ദിവസവും കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾക്ക് മുന്നോട്ട് ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാൽ വഴുതുവാൻ അവർക്ക് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ കരങ്ങളിൽ കാത്തു പരിപാലിക്കണമേ. ദൈവമേ ഈ ലോകത്തിലായിട്ടുള്ള ഒരു പാപവും ഞങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തരുത് എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ അങ്ങനെയുള്ള സർവശക്തി കർത്താവെ, ബാക്കിയുള്ള എല്ലാ ശക്തികൾക്കും മേലെയാണല്ലോ എന്ന് ഞങ്ങൾ വിശ്വസിക്കണം കർത്താവെ. ഞങ്ങളെ ഉന്നത കർത്താവെ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് അറിയുന്നല്ലോ, ഞങ്ങളുടെ ഹൃദയത്തിലെ വാഞ്ച അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇന്ന് വരെ ചെയ്ത എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും അങ്ങനെ കരങ്ങളിലേക്ക് തരുന്നു. ഇവിടെ ഇല്ലാതിരുന്നവരെയും അങ്ങനെ കരങ്ങളിലേക്ക് തരുന്നു. കേൾക്കണമേ. കർത്താവെ സുഖിതാവായ ദൈവമേ, വാഴ്ത്തുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. അവിടെ മാത്രമാണ് ദൈവമാണ് കർത്താവെ. അവിടെ തീരാണ് കർത്താവെ അവിടെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു, സുഖത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ. ഭൂമിയിലെ എല്ലാ കർത്താവെ അധികാരവും എത്രയോ കാര്യമാണ് കർത്താവെ. അവിടെ നീതിമായ കാര്യമാണ് ഞാൻ കർത്താവെ. ഞങ്ങളെല്ലാവരും ഒരു കർത്താവെ മൈത്തോടെ ഞങ്ങൾ ജീവിക്കുന്നില്ല. പാപത്തെ വെറുതെ മാത്രം വൈദ്യോടെ കർത്താവെ. നമ്മളോട് സംസാരിക്കുന്നത് കർത്താവെ, പറയുന്ന കർത്താവെ. അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ ജീവിതം നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളുടെ ഭൂമിയിലെ ജീവിതം ഒരു പ്രശ്നമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ കഷ്ടങ്ങൾ കർത്താവെ പരിഹരിക്കുന്ന വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കർത്താവെ ഞങ്ങളെ കർത്താവെ അങ്ങനെയുള്ള ഒരു ദർശനത്തോടെ ഞങ്ങൾ കൂടുതലായിട്ട് ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഒരു ദിവസവും കയറിയാൽ ഞങ്ങൾ കടക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പാപങ്ങൾ വെച്ച് നോക്കിയാൽ കർത്താവെ അവർക്ക് മുന്നിൽ നിൽക്കുക ഞങ്ങൾ ജോലിയല്ല കർത്താവെ. എന്നാൽ ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായിട്ടുള്ള ദൈവം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റി കർത്താവിനെ ക്ഷമിച്ചു വന്നു കർത്താവെ. അതോർത്ത് ഞങ്ങൾക്ക് ഭാഷ ലഭിച്ചിരിക്കുന്ന കർത്താവ് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ ഏറ്റവും ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടെ ഞങ്ങൾ ഒരു ദിവസവും അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക ഞങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു.
ഈ ലോകത്തിന്റെ വഴി വഴി ആ സ്വഭാവത്തിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൈനികരുടെ അവിടുത്തെ സംരക്ഷണങ്ങളെ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായ കർത്താവെ നന്ദി കരുതുന്നു. കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ അങ്ങയുടെ വചനം ഒരിക്കൽ കൂടി കേൾക്കുവാൻ നൽകുന്ന ഈ ഭാഗ്യത്തിനായി നന്ദി കരുതുന്നു. അപ്പൊ ഈ ഭൂമിയും ഈ ലോകവും അതായത് മോഹങ്ങൾ എന്താ ഒഴിഞ്ഞു പോകും, ദൈവം ചെയ്യുന്ന ദൈവം ജീവിക്കും അങ്ങയുടെ വചനം പറയുന്നു. കർത്താവ് ദൈവമേ അങ്ങയുടെ വചനപ്രകാരം ജീവിക്കുവാൻ കർത്താവ് ഈ ഭൂമിയിലുള്ളതെല്ലാം ചപ്പും ചവറും എന്നുവാനുള്ള ഒരു ആത്മീയ ലക്ഷ്യം കർത്താവെ ഞങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ് കർത്താവ്. ഞങ്ങളുടെ സ്ഥിരമായ വാസം ദൈവത്തോടൊപ്പമാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവെ ഞാൻ ക്രിസ്തുവോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ജീവിക്കുന്നതിനാണ് ക്രിസ്തുവിനെ എന്നെ ജീവിക്കുന്നത് എന്ന ആറ്റിറ്റ്യൂഡോടുകൂടി കർത്താവെ ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പെരുമാറ്റങ്ങളും ഞങ്ങളുടെ ജീവിത രീതിയെല്ലാം കർത്താവെ ആ ക്രിസ്തു ഞങ്ങളിലെ വസിക്കുമ്പോൾ എങ്ങനെ ചെയ്യുമായിരുന്നു അതേ രീതിയിൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് നൽകി തരാം. കർത്താവെ അങ്ങയോട് അനുരൂപരായി തീരുവാനാണ് ദൈവമെന്ന് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. കർത്താവ് അതിനായിട്ടാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി ഞങ്ങൾക്ക് വേണ്ടി അത് കർത്താവ് അങ്ങയുടെ ആ വിശുദ്ധ വിളിക്കൊത്ത രീതിയിൽ ജീവിക്കുവാൻ കർത്താവ് നൽകി തരാം. ഞങ്ങളുടെ ഈഗോ, ഞങ്ങളുടെ പ്രൈഡ്, ഞങ്ങളുടെ സെൽഫ് എല്ലാം കർത്താവ് പലപ്പോഴും അങ്ങയിൽ നിന്ന് അടുക്കുന്നത് ഞങ്ങളെ തടയുന്നു കർത്താവ്. ഇന്നതിനെല്ലാം ഇടിച്ചു കളയുവാൻ ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം കർത്താവ് അതിനെല്ലാം ഇടിച്ചു കളയുവാൻ ഞങ്ങളുടെ ജഡത്തിന്റെ താകമോഹങ്ങളെല്ലാം കർത്താവ് ആ പരിജ്ഞാനത്തിൽ ക്രൂശിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ പകരണമേ. ഓരോ ദിവസവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുവാൻ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഓരോ നിമിഷവും വിശുദ്ധരായി ജീവിക്കുവാൻ അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം.
അഴിമൻ നടന്നു അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. അഴിമൻ നടന്നു അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം, എല്ലാം സാധ്യം. ലോകമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിയിടും നാഥൻ. ലോകമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിയിടും നാഥൻ. ഒരു പ്രാവശ്യം കർത്താവേ നല്ല ജീവിക്കാൻ ദൈവമേ ഞങ്ങൾ ഓരോ ദിവസവും കർത്താവെ കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ ദൈവമേ കർത്താവെ ഇവരുള്ളതെല്ലാം മറന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ലക്ഷ്യം കർത്താവെ ഒന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ അതിൽ ജീവിക്കാൻ നോക്കണം കർത്താവെ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം ബലപ്പെടുത്തുന്നവരെ അപേക്ഷിക്കുന്ന കർത്താവെ ദൈവമേ ഒരു ദിവസം ഞങ്ങൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ് കർത്താവെ അന്ന് ഞങ്ങൾ ലക്ഷ്യത്തിനിടയായത് കർത്താവെ കൂടുതൽ ചോദ്യോടെ നിൽക്കണം ദൈവമേ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ ദൈവമേ ഞങ്ങളുടെ കർത്താവെ പല പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും കർത്താവെ എല്ലാം കർത്താവെ ഞങ്ങൾ അനുവദിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ദൈവമേ കർത്താവിനെ മുകളിൽ പിടിച്ചുകൊണ്ട് കർത്താവെ വിശ്വാസത്തോടെ ചുറ്റുന്നു കർത്താവെ കൂടുതൽ കർത്താവെ ദൈവത്തിലേക്ക് വളർന്നു വരുന്നപ്പോൾ ദൈവം ഞങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ കർത്താവെ ദൈവമേ കർത്താവ് ഞങ്ങളെ ഓർത്താൽ കർത്താവെ നന്ദി പറഞ്ഞാലും മതിയാകത്തില്ലോ ദൈവമേ കർത്താവെ ഞങ്ങളുടെ കർത്താവെ ദൈവമേ ഈ ലോകത്ത് തന്നെ കർത്താവിനെ കർത്താവെ ദൈവമേ ഞങ്ങളെ കർത്താവ് ഇപ്പോഴും കർത്താവ് ജീവനോടെ നിലനിർത്തുന്നു ദൈവമേ ദൈവത്തിന്റെ വീട്ടിൽ കരുണയാണല്ലോ കർത്താവെ അതെല്ലാം ഞങ്ങൾ നന്ദി പറയണം കർത്താവെ ദൈവമേ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം അപേക്ഷിക്കുന്നു കർത്താവെ കൂടുതൽ കർത്താവിലേക്ക് വളർന്നു വരുന്നപ്പോൾ ഞങ്ങളെ സഹായിക്കണം അതിന് വിശ്വാസത്തോടെ വന്നപ്പോൾ ഞങ്ങളെ സഹായം വീഴാൻ കർത്താവെ കർത്താവെ പലരും കർത്താവ് വീഴുമ്പോഴും പല കർത്താവെ ഞങ്ങൾ കാണുന്നുണ്ട് ദൈവമേ അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപേക്ഷിക്കുന്ന കർത്താവെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ ഓരോ ദിവസവും ദൈവമേ സ്നേഹത്തിൽ സന്തോഷത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ തപ്പം ഞങ്ങളെ എല്ലാവരെയും കർത്താവ് കാരണമായിരിക്കുമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ എല്ലാവരെയും കർത്താവിനെ ഏൽപ്പിക്കുന്നു ചെയ്യുന്നു അപേക്ഷിക്കുന്നു കേൾക്കണമേ. പാട്ട് പുസ്തകത്തിലെ 710 പാട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ ധ്യാനിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവസ്നേഹം ആരാധിച്ചിടാം
വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഒക്കെ ഗ്രഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചല്ലോ. ജീവനേക്കാൾ അവിടുന്ന് ജീവൻ ത്യജിച്ച് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്ത് ഞങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കി കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു കർത്താവെ. അവിടുത്തെ സ്നേഹം കൂടുതൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആ സ്നേഹത്താൽ പ്രചോദിതരായിട്ട് ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ കീഴടക്കുന്നു എന്ന പുസ്തകനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ദി ലവ് ഓഫ് ദി ലോർഡ് കോൺസ്ട്രെയിൻസ് us. എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിച്ച് ആ സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവിനെ മാത്രം സേവിച്ചും കർത്താവിനെ മാത്രം ആരാധിച്ചും ഒരു ജീവിതകാലം കഴിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഒരു ദിവസം ഞങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. അന്ന് ഞങ്ങൾ ഈ ലോകത്തിൽ ചെയ്തത് കർത്താവെ അതിന് തക്കവണ്ണം പ്രാപിക്കണം. അതിനാൽ കർത്താവിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏറെ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കുറവുകളുള്ളവരാണ്, കുറ്റങ്ങളുള്ളവരാണ്. എന്നാൽ ഞങ്ങൾ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലേക്ക് ക്രിസ്തു യേശുവിൽ ഉന്നതത്തിലേക്കുള്ള വിളിയാകുന്ന വലിയ സമ്മാനത്തിന് വേണ്ടി അതിശീഘ്രം ഓടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവെ, ലോകവും അതിൻ്റെ ഇച്ഛകളെല്ലാം കടന്നു പോകും. കർത്താവെ, ദീസ് ആർ ഓൾ പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് ദി വേൾഡ് ആണല്ലോ. ഇത് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. അതിലൊന്നും ഹൃദയം കൊടുക്കാതെ, എന്നാൽ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഈ ലോകത്തിലെല്ലാം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ദൈവത്തിലാണല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നിൽക്കുന്ന ദൈവത്തിലാണല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഒരു കാര്യത്തിൽ ലജ്ജിപ്പിക്കാത്ത ദൈവം, മുന്നമേ അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ആസൂത്രണം ചെയ്യുന്ന, പ്ലാൻ ചെയ്യുന്ന, പദ്ധതികളെ ആവിഷ്കരിക്കുന്ന ദൈവത്തിലാണല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ വായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പദ്ധതികൾ, നിങ്ങൾക്ക് ഭാവിയും നന്മയും വരുവാനുള്ള പദ്ധതികളാണല്ലോ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത്. ദൈവത്തിന്റെ ആ പദ്ധതികളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ജോഷുവയുടെ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. സകല ഭൂവാസികളും പോകാനുള്ള വഴിയെ പോകേണ്ട സമയമായി. എന്നാൽ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്ത ഒരു നന്മയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാതിരുന്നിട്ടില്ല. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ വാഗ്ദത്തങ്ങളും, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കി മരിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവെ, അവിടെ നിന്ന് സ്വീകരിക്കണം. ലോർഡ്സ് സപ്പറുമായിട്ടുള്ള ബന്ധത്തില് നമുക്കറിയാം, ലോർഡ്സ് സപ്പർ കർത്താവിന്റെ മരണം നമ്മൾ ഓർക്കുന്നത്. കാരണം കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ റിസറക്ഷൻ എന്ന് പറയുന്നത് കർത്താവിന്റെ ബലി ദൈവം അംഗീകരിച്ചതിന്റെ, പിതാവ് അംഗീകരിച്ചതിന്റെ ഏറ്റവും വലിയ സൈനാണ് ഹിസ് റിസറക്ഷൻ. അപ്പൊ അതില് നമ്മൾ മരണം ഓർക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചുകൊണ്ട് മരണം ഓർത്തേ പറ്റൂ. വേറെ ഒന്നും ഓർക്കാൻ കർത്താവ് പറഞ്ഞില്ല. റിസറക്ഷൻ ഓർക്കാനാണ് പറഞ്ഞത്. എന്താ? അതെ, ടു പ്രൊക്ലെയിം ഹിസ് റിസറക്ഷനാണ്. റിസറക്ഷന്റെ സാക്ഷിയാകാനും മരണം ഓർക്കാനും കർത്താവ് പറഞ്ഞു. ഇപ്പൊ റിസറക്ഷന്റെ സാക്ഷികളായിരിക്കണം നമ്മൾ. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതം കാണുന്നവര് കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ കാണണം. നമ്മളൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 31 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, എത്രയധികമാണ് ദൈവത്തിന്റെ നന്മ, നിന്നെ ഭയപ്പെടുന്നവർക്കായി നീ അത് മനുഷ്യപുത്രർ കാണുക പ്രവർത്തിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം കാണുന്നവര് സംതിങ് ബിഹൈൻഡ് ദെയർ ലൈഫ് എന്ന് നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം പറയാൻ ഇടയാകണം. ഞാൻ ലോങ് ബാക്ക് ഹിന്ദു പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു ഓർക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേൽ ഇങ്ങനെ ശത്രുക്കളുടെ നടുക്ക്, നമുക്കറിയാവുന്ന കാര്യം, ദേ ആർ സ്ട്രഗ്ലിംഗ് ടു എക്സിസ്റ്റ്. ആ ഹിന്ദു ആർട്ടിക്കിൾ അത് ഞാൻ ഇന്ന് ഓർത്തിരിക്കുന്ന കാരണം ഇങ്ങനെ എഴുതിയേക്കുന്നത്, സം അൺസീൻ ഹാൻഡ് ഈസ് reported to be behind the victories of Israel. ആ ടെസ്റ്റിമണി നമുക്കും ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ കാണുന്നവർ പറയണം, ഈ സെന്റൻസ് നോക്കി, Psalm 31 അതിന്റെ 19 തുടങ്ങി നോക്കും. ജോലി നോക്കും. Psalm 31:19 തുടങ്ങി. ഓ, എത്ര അധികമാണ് നിന്റെ നന്മ! നിന്നെ ഭയപ്പെടുന്നവർക്കായി നീ അത് ശേഖരിച്ചിരിക്കുന്നു. നിന്നെ ശരണം പ്രാപിക്കുന്നവർക്കായി നീ അത് മനുഷ്യപുത്രർ കാണുക പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിന്റെ ആവരണത്താൽ നീ അവരെ മനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. നാവുകളുടെ കലാപത്തിൽ നിന്ന് നീ അവരെ നിന്റെ താവളത്തിൽ സുരക്ഷിതരായി നിർത്തുന്നു. കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ.
വലയം ചെയ്യപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ ഗതിമുട്ടിയിരിക്കെ അവൻ തന്റെ അചഞ്ചല സ്നേഹം അത്ഭുതകരമായി എനിക്ക് കാണിച്ചു തന്നല്ലോ. അതെ, അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യപുത്രർ കാണുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് they should say some unseen hand is behind them. ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് ടെസ്റ്റിഫൈങ് ദി റിസറക്ഷൻ ഓഫ് ദി ലോർഡ് ഇൻ ദി വേൾഡ്. അറ്റ് ദി സെയിം ടൈം മരണം നമ്മൾ തിങ്ക്, അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒരു കാര്യം, എല്ലാ ആഴ്ചയും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. മാത്യു 26 അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ വളരെ സ്പഷ്ടമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ ക്രൂശിതനായിട്ടുള്ള ക്രിസ്തു ഉണ്ടെങ്കിൽ യു കനോട്ട് ലവ് ദി വേൾഡ്, യു കനോട്ട് ലവ് ദി സിൻ, യു കനോട്ട് ഡു ദി സിൻ. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സണാലിറ്റി ഈസ് ബീങ് ടോർച്ചേർഡ്, ചാട്ടം കൊണ്ട് അടിക്കപ്പെടുന്നു, ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. അത് പൗലോസ് പറഞ്ഞു, ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ക്രൂശിതനായിട്ടുള്ള ക്രിസ്തു ഉണ്ടായിരിക്കണം. അത് നമ്മളെ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ലോകത്തിന്റെ അട്രാക്ഷൻസിൽ നിന്നും എപ്പോഴും നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും. മാത്യു 26 51 തുടങ്ങി വായിക്കാം. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ കൈ നീട്ടി തന്റെ വാളൂരി മഹാപുരോഹിതന്റെ പ്രത്തിനെ വെട്ടി അയാളുടെ ചെവി അറ്റുപോയി. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടുക, കാരണം വാൾ എടുക്കുന്നവരെല്ലാം വാളാൽ തന്നെ നശിക്കും. നീ എന്ത് വിചാരിക്കുന്നു? ഇത് എന്നെ ഇങ്ങനെ സ്പർശിച്ചിട്ടുള്ള ഒരു വേടാ. നീ എന്ത് വിചാരിക്കുന്നു? എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലേ? ഉടൻ തന്നെ അവൻ എനിക്ക് 12 വ്യൂഹം മാലാഖമാരെ അയച്ചു തരില്ലേ? പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കണമെന്ന് വിശുദ്ധ ലിഖിതത്തിലുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെ നിറവേറും? അപ്പൊ നമ്മുടെ ജീവിതത്തില് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മളെ ഏത് സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ഈ ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ നമ്മൾ ഒരു ദിവസം ചിന്തിച്ചിട്ടുള്ള ഇതില് കർത്താവ് ചോദിക്കുക, എനിക്ക് എൻ്റെ പിതാവിനോട് ചോദിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് 12-ലധികം വ്യൂഹം മാലാഖമാരെ അയച്ച് ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കില്ല എന്ന് വിചാരിക്കുന്നു. അറ്റ് സെയിം ടൈം എന്നാൽ ഇതിങ്ങനെ സംഭവിക്കണം എന്ന വിശുദ്ധ ലിഖിതത്തിലുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെ നിറവേറും? അപ്പൊ നമ്മളെ സംബന്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ലിഖിതത്തിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നിറവേറ്റുന്ന കാര്യത്തിൽ ദൈവം ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ജെറമ്യ 1:12 വായിക്കുന്നുണ്ട്, എന്റെ വചനം അതിൻപടി നിറവേറുന്നോ എന്ന കാര്യത്തിൽ ഞാൻ സദാ God is alert to implement his word on the surface of the earth. നമ്മൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ he will bring it to pass. അതിനുവേണ്ടി ഇത് എൻ്റയർ ഗ്ലോബിനെ ഒന്ന് പുറകോട്ട് തിരിക്കണമെങ്കിൽ ദൈവം പുറകോട്ട് തിരിക്കും. ഹിസ്കിയയുടെ പ്രാർത്ഥന കേട്ട് ഭൂമി പുറകോട്ട് തിരിച്ചു. ജോഷുവയുടെ പ്രാർത്ഥന കേട്ട് സൂര്യനെ ഭൂമി ആരെങ്കിലും സ്റ്റില്ലായി. സോ we have to understand the power of the Lord, power behind our life. ഈ പുനരുത്ഥാന ശക്തി മരണത്തിലൂടെ റിലീസ്ഡ് ആയിട്ടുള്ള ദൈവത്തിന്റെ ഇനോർമസ് പവർ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിങ്ങനെ സംഭവിക്കണം എന്ന തിരുവെഴുത്ത് നിറവേറിയേ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അവർ ലൈഫ് വി ആർ ടു പ്ലാൻ അക്കോർഡിംഗ് ടു ദി സ്ക്രിപ്റ്റ്. ആ ദൈവത്താൽ വഴി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്താൽ വഴി നടത്തപ്പെടുന്ന ഒരു മനുഷ്യന് ദൈവത്തിന്റെ എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ സംരക്ഷണവും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വി ആർ നോട്ട് പെർഫെക്റ്റ് ഇൻ ദി നോളജ് ഓഫ് ദി സ്ക്രിപ്ചർ. അറ്റ് ദി സെയിം ടൈം കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവെ അവിടുത്തെ പാതയിലൂടെ എന്നെ വഴി നടത്തണമേ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. അപ്പൊ ഇവിടെ ഈ ഇൻസിഡന്റലി ഞാൻ ഒരു കാര്യം ഇന്നലെ ചിന്തിച്ചൊരു കാര്യം പെട്ടെന്ന് പറയാം. അപ്പൊ ഇവിടെ പറയാണ് 12-ലധികം വ്യൂഹം മാലാഖമാരെ അയച്ചു തരില്ലേ, പക്ഷെ ഇത് എങ്ങനെ സംഭവിക്കണം എന്ന തിരുവഴുത്ത് എങ്ങനെ നിറവേറും? അതായത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ബട്ട് യെസ്റ്റർഡേ ഞാൻ നോട്ടീസ് ചെയ്ത ഈ ഫസ്റ്റ്, അതായത് ഈ ഏഞ്ചൽസിനോട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ചുറ്റും ഏഞ്ചൽസ് ഉണ്ട്. ഈ ഏലീശ വലുതാണ്. ഗേഹസി പറഞ്ഞു, ഹെൽപ്ലെസ്നെസ് പറഞ്ഞപ്പോൾ ഏലീശ പ്രാർത്ഥിച്ചു, കർത്താവ് ഇവന്റെ കണ്ണൊന്ന് തുറക്കണം, ഈ അൺസീൻ വേൾഡ് കാണാൻ. അപ്പൊ അൺസീൻ വേൾഡ് കണ്ടപ്പോൾ ചുറ്റും ആജ്ഞേയ രഥങ്ങളും മാലാഖമാരുടെ വലിയ ബറ്റാലിയനാണ്. അത് ഏലീശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഗേഹസിക്ക് ചുറ്റും ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുണ്ട്. സോ വി ആർ സറൗണ്ടഡ് ബൈ ഏഞ്ചൽസ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഏഞ്ചൽസ് നോക്കുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 1 Timothy 5:21 വായിക്കുമ്പോൾ നമുക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ? സോദോം ഗൊമോറ നശിപ്പിക്കുന്ന സമയത്ത് ദൈവം പറയുന്നില്ലേ, ഈ
സോദോമിനും ഗൊമോറയ്ക്കും എതിരായിട്ടുള്ള മുറവിളി ശരിയാണോ നോക്കാൻ വേണ്ടി വന്നേക്കുവാണ്. എന്നിട്ട് 2 മാലാഖമാരെ അങ്ങോട്ട് വിടുക. സോ ഇതൊരു ഏഞ്ചലിക് വേർഡ് ഉണ്ട്. 1 Timothy 5:21 ജസ്റ്റ് അതൊന്നും വായിക്കുന്നു. പൗലോസ് പറയാം, ദൈവത്തിൻ്റെയും ക്രിസ്തു യേശുവിൻ്റെയും ഫാദർ ആൻഡ് സൺ തെരഞ്ഞെടുക്കപ്പെട്ട മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. ഈ നിബന്ധനകൾ മുഖം നോക്കാതെ നടപ്പിലാക്കണം. സി, അക്കൗണ്ടബിലിറ്റി ടു ഫാദർ, അക്കൗണ്ടബിലിറ്റി ടു സൺ, ദെൻ ഇലക്ടഡ് സെലക്ടഡ് ഏഞ്ചൽസ്. അതായത് അത് വായിക്കാം, ഞാൻ നോക്കിയില്ല. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചുകൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. There are angels observing our life. അതായത് പിതാവ് നമ്മുടെ ജീവിതത്തെ നോക്കുന്ന പോലെ, പുത്രൻ നോക്കുന്ന പോലെ ഏഞ്ചൽസിനെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഏഞ്ചൽസിന് ആ പവർ അല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വി ആർ അക്കൗണ്ടബിൾ ടു ഏഞ്ചൽസ്. നമ്മുടെ ലൈഫ് നോക്കുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രൊട്ടക്ഷൻ. അത് അവിടെ പറഞ്ഞേക്കാണ്, ദൈവത്തിന്റെയും ക്രിസ്തുയേശുവിന്റെയും തിരഞ്ഞെടുക്കപ്പെട്ട മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ചുമതലപ്പെടുത്തുന്നു. ഈ നിബന്ധനകൾ, കൽപ്പനകൾ അന്യൂനമായിട്ടും നിരാക്ഷേപമായിട്ടും നടത്തുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നുണ്ടോന്ന് തൊട്ടടുത്ത ആള് നിൽക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ. പിശാചിനും ഏഞ്ചൽസ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ കണ്ണിന് 50 കിലോമീറ്റർ കാണാൻ പറ്റും. നൈസ് 50 കിലോമീറ്റർ. അത് കടൽ തീരത്ത് ചെന്നാലേ 50 കിലോമീറ്റർ ആയാലുള്ളത് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നോക്കി ഈ ചെറിയൊരു കണ്ണിന്റെ ഇതിന്റെ ഒരു സ്പെക്ട്രത്തിന്റെ റേഞ്ച് ഉണ്ട്, വയലറ്റ് ടു റെഡ്. അതിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് വെരി വൈഡ്. അപ്പൊ ഇതില് നമ്മുടെ ഈ ഭൗതിക നേത്രങ്ങളല്ല, ഇതിന് ബിയോണ്ട് ഒരു അൺസീൻ വേൾഡ് ഉണ്ട്. മാലാഖമാര് നമ്മുടെ ചുറ്റുമുണ്ട്. പിശാചിന്റെ മാലാഖമാരുണ്ട്, മീൻസ് ലൂസിഫറിന്റെ ആൾക്കാരുണ്ട്, ദൈവത്തിന്റെ മാലാഖമാരുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഫ്രണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആ ഒരു നിബന്ധനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. എല്ലാത്തിനും റിപ്പോർട്ടുണ്ട്, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഉണ്ടാകുന്ന കാലം കഴിഞ്ഞ് മരിക്കുന്നിടം വരെയുള്ള എല്ലാത്തിന്റെയും മനസ്സാ വാച കർമ്മ, എവരിത്തിങ് വിൽ ബി റിവീൽഡ്. അപ്പൊ നമ്മളിപ്പോൾ ചിന്തിച്ചത് കർത്താവ് പറഞ്ഞൊരു കാര്യം, അതായത് ദൈവത്തിന്റെ കർത്താവ് പീലാത്തോസിന്റെ മുമ്പിൽ പോയി ഹെൽപ്ലെസ് ആയിട്ട് ക്രൂശി സഹിച്ചതല്ല. നമ്മൾ ആക്ട്സ് ചാപ്റ്റർ 2-3 എഴുതിയേക്കുന്നത് ദൈവത്തിന്റെ മുന്നറിവും നിശ്ചിത പദ്ധതിയും അനുസരിച്ച് അവൻ ക്രൂശിക്കപ്പെട്ടു. അല്ലാതെ പീലാത്തോസ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ജീവിപ്പിക്കാനും കൊല്ലാനും എനിക്ക് അധികാരമുണ്ട്. കർത്താവ് വിത്ത് ദി മജസ്റ്റി ഓഫ് ദി സൺ ഓഫ് ഗോഡ്, നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരമില്ല. ദാറ്റ് മസ്റ്റ് ബി അവർ കറേജ്, അവർ ബോൾഡ്നെസ്. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്ക് നമ്മുടെ മേലെ ഒരു അധികാരമില്ല. unless and until heaven is not permitting, nobody can touch us. നമ്മൾ ആ ദൈവത്തിന്റെ മജസ്റ്റിയോടുകൂടി ജീവിക്കേണ്ടവരെ നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ട് സമയം എടുക്കും. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. കർത്താവേ, പാപം ചെയ്യാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിന് പ്രീതികരമായിട്ട് ജീവിക്കുവാൻ സഹായിക്കണം. ദി ജോയ് ഓഫ് ദി ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. ദൈവത്തിന് പ്രീതികരമായിട്ട്, ദൈവഹൃദയത്തിന് സന്തോഷം കൊടുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തിന്റെ മേൽ കൂടുതൽ വിജയം പ്രാപിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള വലിയ വിളി, കർത്താവിനോടുകൂടെ ചേരുന്നൊരു ദിവസം, കർത്താവിന്റെ മഹത്വത്തിൽ നമ്മളും പങ്കുകാരാകുന്ന ദിവസം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെ ആയിരിക്കും. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം തന്റെ വിശുദ്ധിക്കൊത്തവണ്ണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. നമുക്ക് ഈ പ്രത്യാശയുള്ളത് കൊണ്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഏറെ നമ്മുടെ ജീവിത ലക്ഷ്യം ആക്കി വെക്കാന്ന്. അപ്പത്തിനായിട്ട് മുന്തിരിച്ചാറിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയിട്ടു. അപ്പം മുറിക്കുമ്പോൾ കർത്താവിന്റെ ശരീരം തകർക്കപ്പെട്ട് ഓർക്കുന്നു. കർത്താവെ, മുന്തിരിച്ചാറ് കുടിക്കുമ്പോൾ കർത്താവിന്റെ രക്തത്തുള്ളികളെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പത്തെയും മുന്തിരിച്ചാറിനെ ആശീർവദിക്കണം. ക്രിസ്തുയേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവെ, അവിടെ നിന്ന് കേട്ടറിലാണ്. നമുക്ക് എഴുന്നേറ്റ് പാട്ട് പുസ്തകത്തിലെ 418 പാട്ട് പാടും. 418.
എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തല്ലോ യേശുപര നിന്തിരോ രക്തത്തെ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പാടിയതുപോലെ ഇത്രയേറെ ഞങ്ങളെ സ്നേഹിപ്പാൻ കർത്താവെ ഞങ്ങൾ ഒന്നുമല്ലല്ലോ കർത്താവ്, എന്നിട്ടും അവിടെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ ഓരോ കാര്യത്തിലും ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്നവർക്ക് ഏറെ നന്ദിയോടെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു പിതാവേ, അവിടെ നിന്ന് കേട്ടതാണ്. You bountifully reach your servant, that I may live and keep your word. Open my eyes that I may see wondrous things from your mouth. I am a stranger in the earth, do not hide your commandments from me. Psalms 190, verse 17 and 17 to 19. Surely your goodness and your faithfulness make the test of my life. And I have done with the house of God forever. Psalms 20, verse 6. Blessed are they meek, for they shall inherit the earth. Matthew chapter 5, verse 5. There is therefore no more condemnation for those who are in Christ Jesus, for whose hate this world. Even so, every good tree bears good fruit, and a bad tree bears bad fruit. A good tree cannot bear good fruit, a good tree cannot bear bad fruit, and nor a bad tree bear good fruit. Proverbs, Matthew 7, verse 17 and 18. The wise in heart accepts commandments, but
Catherine comes to ruin God's temple's end. 1 Samuel 16 verse 22. Does the Lord delight in burnt offerings and sacrifices as much as in obeying the Lord? To obey is better than sacrifice, and to heed is better than sacrifice. Psalms 170. Praise the Lord, all nations. Praise Him, all peoples. His love for us is strong, and His faithfulness is eternal. Praise the Lord. Be not thou envious of the evil man, neither desire to be like them. For thy heart studieth for destruction, and thy mouth full of mischief. Proverbs 24 verse 1. പ്രാർത്ഥന വിഷയം സ്തോത്രം പറയാൻ സമയമുണ്ട്. പ്രാർത്ഥന വിഷയങ്ങളുണ്ട് പറയാ. ഇതിന്റെ വചനത്തിൽ നിന്ന് ഓക്കെ. ഒന്നുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രിപ്പയർഡായിട്ട് വന്നിട്ടുള്ളവര് പറയണം. കാരണം ഞാൻ ചിന്തിക്കരുത്, ഒരാളുടെ തന്നെ വചനം കേൾക്കുന്നേക്കാൾ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ വി ആർ ഓൾ ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മെച്യൂരിറ്റി. എല്ലാ ലെവലിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പല ആൾക്കാരുടെ വചനം കേട്ടാൽ അത് എല്ലാ ലെവലിലുള്ളവർക്കും ബെനിഫിഷ്യൽ ആയിട്ട് വരും. അപ്പൊ അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ചെയ്യണം. കാരണം നമ്മുടെ ആരുടെയും ജോലിയല്ല ഇത്, ലോർഡ്സ് വർക്കാണ്. നമ്മൾ ചിന്തിച്ച പോലെ ഒരു ദിവസം കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആൻസറബിൾ, അത് നെഗറ്റീവായിട്ട് വരും. കാരണം ഇത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഓക്കെ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് കുറച്ച് വാക്യങ്ങൾ ആദ്യമേ വായിക്കാം. സദൃശവാക്യങ്ങൾ Proverbs chapter 4 verse 1. ഞാൻ മലയാളത്തിൽ വായിക്കാം, ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിലും വായിച്ച് സഹായിക്കണം. Proverbs chapter 4 verse 1. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിനെ ശ്രദ്ധിക്കുവിൻ. Listen, my sons, to your father's instruction. Pay attention and gain understanding. Verse 2. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു, എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. I give you sound learning, so do not forsake my teaching. 14. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്. Do not set foot on the path of the wicked, or walk in the way of evil men. 15. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോവുക. Avoid it, do not travel on it, turn from it and go on far away. 18. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു. 18. The path of the righteous is like the first gleam of dawn, shining ever brighter till the full light of day. 19. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെ ആകുന്നു, ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. But the way of the wicked is like deep darkness. They do not know what makes them stumble.
Deuteronomy chapter 6. നമുക്കറിയാവുന്ന വാക്കാണ്. Deuteronomy chapter 6 verse 6 and 7. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. These commandments that I give you today are to be upon your hearts. Impress them on your children. Talk about them when you sit at home and when you walk along the road, when you lie down and when you get up. Tie them as symbol on your hands and bind them on your foreheads. Write them on the door frames of your houses and your gates. Okay. Psalms chapter 111 verse 10. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. Fear of the Lord is the beginning of wisdom. All who follow his precepts have good understanding. To him belongs eternal praise. In Matthew chapter 11. Matthew chapter 11 verse 28, 29 and 30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. Come to me, all you who are weary and burdened, and I will give you rest. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. For my yoke is easy and my burden is light. Jesus the Guru. അതാണ് എന്റെ പ്രമേയം. നമ്മള് ഒത്തിരി ഗുരുക്കന്മാരെ കുറിച്ച് കേട്ടുണ്ട്. ഈ ലോകത്ത് ഇപ്പോൾ ഒത്തിരി ഗുരുസ് ഉണ്ട്. നമുക്കറിയാം യോഗ ഗുരു, ടെക് ഗുരു, ഡാൻസ് ഗുരു, അങ്ങനെ ഗുരുക്കളെ കുറിച്ച് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ ഈ ലോകത്ത് കർത്താവിന്റെ വചനം വിളിച്ചു പറയുകയാണ്, the fear of the Lord is the beginning of the wisdom. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. നമ്മൾ ഈ വായിച്ച ഈ വേദഭാഗത്തിൽ പലയിടത്തും, അതായത് സദൃശവാക്യങ്ങളിലും പ്രോവേർബ്സിലും ഈ പറയുന്ന എല്ലായിടത്തും 2-3 വാക്കുകളാണ് അവർ പറയുന്നത്. ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഗുഡ് കോൺഷ്യസ്, അല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാകും എന്ന് ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചെറുപ്പത്തിൽ എപ്പോഴും ഓരോ ആനുവലിയും സ്കൂൾ തുടങ്ങുന്ന സമയത്ത്, സ്കൂളിൽ പോകുന്നതിന് മുമ്പേ മമ്മി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ബോർഡിങ്ങിലാണ് വളർന്നത്, അപ്പോൾ മമ്മി ഒരു എഴുത്തെഴുതും. ആ എഴുത്തിനകത്തെല്ലാം ഉണ്ടായിരുന്ന ഒരു വാക്യമാണ് ഈ Psalms 111 verse 10. അതായത് the fear of the Lord is the beginning of the wisdom. അപ്പൊ അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത്, ഈ നമ്മള് ദൈവത്തെ ഭയപ്പെടുക, അപ്പോൾ നമുക്കെല്ലാം കിട്ടും. അതായത് നമുക്ക് പഠിക്കാനുള്ള ബുദ്ധി കിട്ടും, പിന്നെ നമ്മള് വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, എക്സൽ ചെയ്യും, നമ്മുടെ എല്ലാ കാര്യത്തിലും നോളജ് വർദ്ധിക്കും, പിന്നെ നല്ലൊരു ജോലിയും കിട്ടും എന്ന് ഞാൻ എല്ലാ വർഷവും ഇത് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. അതിൽ അങ്ങനെ തന്നെ അതിൽ തെറ്റില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്, അല്ലെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള അറിവാണ്. ദൈവവചനത്തിൽ നമ്മൾ കൂടുതൽ ഡീപ്പ് ഡൗൺ അല്ലെ ഡീപ്പ് ചെയ്ത് പഠിക്കുന്നതിനാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ആ ഒരു ബേസിസ് ആണ് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം എന്ന് പറയുന്നത്. ഈ വിസ്ഡം എന്ന് പറയുന്നത്, നല്ല ബുദ്ധി എന്ന് പറയുന്നത്, അത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു സംഭവം. നമുക്കറിയാം ഇവിടെ അനേകം ആൾക്കാർ, നല്ല ബുദ്ധിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോകപ്രകാരം പഠിപ്പുള്ള അനേകം ആൾക്കാരെ നമുക്കറിയാം. PhD ഉള്ളവരും അല്ലാത്തവരും എല്ലാവരും ഉണ്ട്. എന്നാൽ പല കാര്യങ്ങളിൽ അവർ വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ ഈ സൃഷ്ടിയെ തന്നെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിനെ തന്നെ ദൈവമായി ആരാധിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്കറിയാം, എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ, ഞാൻ ഒരു മതക്കാർക്കും എതിരല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ശരി പറയണമെങ്കിൽ തെറ്റെടുത്ത് കാണിക്കാതെ ശരി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞാണ്, വളരെ പഠിപ്പുള്ള, വളരെ ഒരു ഹൈ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അയാൾ എല്ലാ വർഷവും ഈ അമ്പലത്തിന് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ആ ഉത്സവത്തിന് അവര് എന്നും ഡൊണേറ്റ് ചെയ്യും.
അവിടുത്തെ മെയിൻ വിഗ്രഹം എന്ന് പറയുന്നത് പാമ്പാ. പക്ഷെ നമുക്കറിയാം ഈ പാമ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. മനുഷ്യൻ വന്ന് എത്ര പഠിപ്പുള്ളവനായാലും അവൻ പിന്നെ സൃഷ്ടിയിലേക്ക് തിരിഞ്ഞ് സൃഷ്ടിയെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, തീരെ താണു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നല്ല ബുദ്ധി എന്നുള്ളത് ഇല്ല. ഈ നല്ല ബുദ്ധി എന്നുള്ളത് ദൈവത്തെ അറിയുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഇവിടെ കാണും. അപ്പോ നമുക്കറിയാം ഈ ആരാണ് നല്ല ബുദ്ധിയുള്ളവർ. ഈ സങ്കീർത്തനം സാംസ് ചാപ്റ്റർ 14 വേഴ്സ് 1 and 2 അടുത്തൊരു വായിച്ചോ. സാംസ് ചാപ്റ്റർ 14 വേഴ്സ് 1 and 2. ദൈവമില്ല എന്ന് വിഡ്ഢിഹൃദയത്തിൽ പറയുന്നു. അവർ ദുഷിച്ചവരാണ്, അവർ ക്ലേശത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. വിവേകത്തോടെ പ്രവർത്തിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് കർത്താവ് മനുഷ്യ മക്കളെ നോക്കുന്നു. അപ്പോ the fool said there is no God. Fool said in his heart there is no God. പിന്നെ the Lord looked down from heaven upon the children of men to see if there were any that did understand and seek God. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഈ വൈസ്, വേദപുസ്തകപ്രകാരം വൈസ് എന്ന് പറയുന്നത് those who seek God, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ദൈവവചനം ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ഒരു നിരീശ്വരവാദിയും ഒരു എത്തിസ്റ്റും ഒരു ബിലീവറും കൂടെ ഇങ്ങനെ ഡിബേറ്റ് നടക്കുമ്പോൾ വളരെയധികം ഡിബേറ്റ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോയിട്ട് ഒരു കാര്യത്തിൽ ഇവർ തമ്മിൽ എത്തുന്നില്ല. അവസാനം നിങ്ങൾ കേട്ടുള്ള കഥയായിരിക്കും. അവസാനം ഈ വിശ്വാസി പറഞ്ഞു, ഞാൻ ഒരു ചോദ്യം അവസാനമായിട്ട് ചോദിക്കാം. നിങ്ങളുടെ ഈ സിദ്ധാന്തവും നിങ്ങളുടെ ഈ നോളജും ഒക്കെ കേട്ടിട്ട് ഹൃദയത്തിന് പരിവർത്തനം വന്ന ഒരാളെ എനിക്ക് കാണിച്ചതാ. എന്നാൽ എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷെ ഈ ദൈവവചനം, ഞാൻ പറയുന്ന ദൈവവചനം കേട്ട് ഹൃദയം മാറിയ, അല്ലെങ്കിൽ ജീവിതം ആ ഓൾഡ് വഴി അല്ലെങ്കിൽ പഴയ വഴി മാറി പുതിയ വഴി തിരഞ്ഞെടുത്ത അനേകം പേരെ ഞാനും കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ ജ്ഞാനം നേടുന്നത് വളരെ നല്ലതാണ്. ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമാണ്. നോളജ് ഈസ് പവർ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പവർ. അത് ബൈബിള് ജ്ഞാനമുത്തുകളെക്കാൾ വലിയത് എന്ന് ശലോമോൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ സോളമൻ അത് പറയുമ്പോൾ തന്നെ സോളമന്റെ ഉള്ളിലുള്ളത് ദൈവവചനത്തിന്റെ ആ ഒരു ജ്ഞാനം, ദൈവീക ജ്ഞാനത്തിനെ കുറിച്ചാണ് സോളമൻ പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനം കൊണ്ട്, ഈ കൊഴിഞ്ഞു പോകുന്ന ജ്ഞാനം കൊണ്ട് മനുഷ്യന്റെ ജ്ഞാനം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പണ്ടവൻ പറഞ്ഞു an apple a day keeps the doctor away. ഇന്നിപ്പോ പറയുന്നത് an egg a day keeps the doctor away. ഈ എഗ്ഗ് പണ്ട് കഴിച്ചാൽ എന്തുവായിരുന്നു പ്രശ്നം? കൊളസ്ട്രോൾ ആയിരുന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, കൊളസ്ട്രോൾ ആയിരുന്നു. പക്ഷെ ഇന്ന് ഈ എഗ്ഗ് കഴിക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും, നോളജ് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്ന, അത് മാറുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1 Corinthians chapter 1 ഇതൊക്കെ നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. 1 Corinthians chapter 1 and verse 25. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകും. അപ്പൊ ദൈവത്തിന്റെ ഭോഷത്വം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷെ ആർഗ്യുമെന്റ് സേക്കിന് പോൾ പറയാണ്, ഇനി ദൈവത്തിന് ഭോഷത്വം ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, ദൈവത്തിന്റെ ഭോഷത്വം, ദ ഫൂളിഷ്നെസ് ഓഫ് ഗോഡ്, അതെപ്പോഴും എന്താണ്? മനുഷ്യരെക്കാൾ ശ്രേഷ്ഠമാണ്. പിന്നെ വീക്ക്നെസ് ഓഫ് ഗോഡ് എന്താണ്? അത് മനുഷ്യനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പൊ ദൈവത്തിന് അങ്ങനെ വീക്ക്നെസ് ഇല്ല. ദൈവത്തിന് എന്താണ് പറയുന്നത്? ഒരിക്കലും ദൈവത്തിന് എന്തില്ല? ഭോഷത്വമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അത് മനുഷ്യരെക്കാൾ അത് ശ്രേഷ്ഠമായിരിക്കും. എന്നിട്ട് പോൾ പറയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ വേറെയില്ല. അന്നത്തെ ചർച്ചിനെ നോക്കി പോൾ പറയാണ്. ഇന്ന് നമുക്കറിയാം, ഈ വിശ്വാസികളുടെ കൂട്ടം തുടങ്ങിയ സമയത്ത് അതെല്ലാം ദരിദ്രന്മാരാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു സഭക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റസിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എങ്ങനെ അവരുടെ കൂട്ടത്തിൽ പോകുന്നത്, അങ്ങനെ ഒരു പ്രശ്നം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതൊക്കെ മാറി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു. അങ്ങനെയാണല്ലോ, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യും, നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യും. അപ്പൊ അതുകൊണ്ട് അന്ന്
പോൾ ഇവരെ നോക്കി പറയാണ്, നിങ്ങളുടെ ഇടയിൽ അധികം ജ്ഞാനികളില്ല, നിങ്ങളുടെ ഇടയിൽ അധികം കുലീനന്മാരില്ല, നിങ്ങളുടെ ഇടയിൽ ഈ പേര് പറയത്തക്ക ആരുമില്ല. പക്ഷേ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അപ്പൊ ദൈവിക ജ്ഞാനം, ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്ത് മനസ്സിലാവും? പ്രശംസിക്കാനൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. പക്ഷെ നമുക്ക് പ്രശംസിക്കാൻ ഏറെ ഉണ്ട് താനും. നമുക്ക് പ്രശംസിക്കാൻ ഏറെ ഉണ്ട്. ബൈബിൾ പറയുന്ന ഒരു മനുഷ്യനുണ്ട്, പൗലോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആക്ട്സ് ചാപ്റ്റർ 22 നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്. ആക്ട്സ് ചാപ്റ്റർ 22 അതിന്റെ വേഴ്സ് 3 and 4. പിറന്ന യഹൂദനാണ് ഞാൻ, എന്നാൽ വളർന്നത് ഈ നഗരത്തിലാണ്. ഗമാലിയേലിന്റെ പാദാന്ത്യത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തിന്റെ നിഷ്കർഷ രീതികൾ അനുസരിച്ച് ശിക്ഷണം നേടി ഞാൻ വളർന്നു. ദൈവത്തെ പ്രതി ഇന്ന് നിങ്ങൾ എല്ലാവരും തീക്ഷ്ണയുള്ളവരായിരിക്കുന്നത് പോലെ ഞാനും തീക്ഷ്ണയുള്ളവനായിരുന്നു. അപ്പോൾ ഇവിടെ പോൾ പറയാണ്, I am verily a man which I am a Jew. I am a Jew. അപ്പൊ ജൂ എന്ന് പറയുന്നത്, ഈ ജൂസിനോട് പറയുമ്പോൾ ജൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ്. നമ്മുടെ നാട്ടിൽ ചില ഏരിയയിൽ പോയി കഴിയുമ്പം അവർ പറയും ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, ഞങ്ങൾ ബ്രാഹ്മണരാണ്, ഞങ്ങൾ കത്തോലിക്കരാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ്. അപ്പൊ ജൂ എന്ന് പറയുന്നത് ഇന്നും അവർ വളരെ പ്രൈഡാണ് ആ കാര്യത്തെ കുറിച്ച്. ബോൺ ഇൻ ടാർസസ്, എ സിറ്റി ഇൻ സിലിസിയ. ഈ ടാർസസ് എന്ന് പറയുന്ന അന്നത്തെ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ടൗൺ ആണ് ടാർസസ്. അപ്പൊ അവിടെയാണ് പോൾ ജനിച്ചത്. അപ്പോൾ തന്നെ പോള് പഠിച്ചത് എവിടെ ആയിരിക്കാം? അന്നത്തെ ഏറ്റവും വലിയ നോളജിന്റെ ഉറവിടമായിരുന്ന അരിസ്റ്റോട്ടലും സോക്രട്ടീസും പ്ലേറ്റോയും എല്ലാം കഴിഞ്ഞുള്ള ആ സമയത്ത് ഏറ്റവും കൂടുതൽ നോളജ് ഉണ്ടായിരുന്ന ഏരിയ ഏതായിരുന്നു? ഏതൻസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഗ്രീസ് ആയിരുന്നു. അപ്പോൾ പോൾ അവിടെയാണ് പഠിച്ചത്. പിന്നെ ഈ ന്യായപ്രമാണം പഠിച്ചത് എവിടെയാണ്? He was at the feet of Gamaliel. ഗമാലിയേലിന്റെ പാദത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചപ്പോ എല്ലാ കാര്യത്തിലും പോളിന് പ്രശംസിപ്പാൻ ഏറെ ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഇനിയും ഇതല്ലാതെ വേറെ എന്തുകൊണ്ടായിരുന്നു? ഇവന് എരിവും ഉണ്ടായിരുന്നു. അവന്റെ എന്താ പറയുന്നത്, ഫാദർ, അവന്റെ ആ പിതാക്കന്മാരുടെ ആ ഒരു വഴി, അല്ലെങ്കിൽ ഒരു ആസ് എ ജൂ ഹി വാസ് വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ വളരെ സെലസ് ആയിരുന്നു പോൾ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ക്രിസ്ത്യാനി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനുമാണ് പോൾ. നീ പോൾ പറയാണ്, 1 Corinthians chapter 2 verse 1 and 2. And I believe when I came to you did not come with excellence, a speech of wisdom, declaring to you testimony of God's word. I determined not to know anything among you except Jesus Christ and His peace. അപ്പൊ ഈ നോളജ് എല്ലാം പോളിനുണ്ടായിരുന്നു. ഗ്രീക്കുകാരുടെ തത്വജ്ഞാനം, ഫിലോസഫി പോളിന് അറിയാമായിരുന്നു. He knew religion very well. ജൂയിഷ് റിലീജിയനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, പഴയ നിയമം, ഓൾഡ് ടെസ്റ്റ്മെന്റ്, he knew it very well. But when he came to Corinthians, to the Corinthian church, he didn't want to be known with the excellency of speech or wisdom. അവന്റെ ആ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന്റെ പാഠവും അല്ലെങ്കിൽ അറിവിന്റെ ശ്രേഷ്ഠത, അതിൽ പോളിനെ അറിയപ്പെടാനായിട്ട് പോൾ ആഗ്രഹിച്ചില്ല. പിന്നെ എന്താണ് ആഗ്രഹിച്ചത്? സേവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. യേശു ക്രിസ്തുവും അവന്റെ കുരിശും. അത് മാത്രമാണ് പോളിന് പറയാനായിട്ടുണ്ടായിരുന്നത്. പോളിന് ഇതൊന്നും പറയാനില്ല. പിന്നെ പോള് ഈ റോമൻസ് ഒക്കെ എഴുതുമ്പോഴൊക്കെ വലിയ ആർഗ്യുമെന്റുകളൊക്കെ ഉണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർഗ്യുമെന്റ് വരുന്നിടത്ത് നമ്മളത് പറയും. പക്ഷെങ്കിൽ ബേസിക് ഇപ്പൊ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഇതുവല്ലോ അറിയേണ്ട കാര്യമുണ്ട്. രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തിനാ പറയുന്നത് സുവിശേഷം കേൾക്കാത്ത ഒരാള് അങ്ങ് ആഫ്രിക്കയിലുണ്ട്, അവര് സ്വർഗത്തിൽ പോകുമെന്ന് അറിയേണ്ട കാര്യമുണ്ടോ? ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതിന് ഞാൻ യേശു ക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത്രയും ചെയ്താൽ മതി രക്ഷിക്കപ്പെടാൻ. പക്ഷെ ഈ വേറെ വലിയ കാര്യങ്ങൾ വല്ലതും അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പോള് പറയാണ്, എനിക്കിതെല്ലാം അറിയാം, പക്ഷെ
നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തേ ഉള്ളൂ? ക്രോസ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. അത് മാത്രമേ പറയാനുള്ളൂ എന്ന് പോൾ പറയാണ്. പലപ്പോഴും അറിവ് നമ്മളെ ചീർപ്പിക്കുന്നു. നോളജ് പഫ്സ് അപ്പ്, നമ്മളെ അറിവ് ചീർപ്പിക്കുന്നു. നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ കുറെ അങ്ങ് കഴിയുമ്പോൾ കുറെ നമ്മൾ വചനങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ആർ വി പ്രെജുഡിസ്ഡ്? നമ്മൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ വചനം അറിയാത്തവരെ കാണുമ്പോൾ, അതായത് ഇപ്പൊ പുതുതായിട്ട് ഒരാൾ ഈ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സയന്റിഫിക്കേഷൻ അതൊന്നും അറിയരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ സാൽവേഷനും ഏഞ്ചൽസും ഏഞ്ചലോളജി സൊറ്റീരിയോളജി അങ്ങനെ കുറെ ഓളജികളെല്ലാം നമ്മൾ പറഞ്ഞ് ഈ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ ആയി പോകാറുണ്ടോ? അങ്ങനെ ആയി പോകുന്നതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ആയി പോകാറുണ്ടോ? പലപ്പോഴും ചർച്ചകളിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ്. അതിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ ഭൂരിപക്ഷത്തെയാണ് എപ്പോഴും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഭൂരിപക്ഷത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്, നമ്മൾ എപ്പോഴും അവരെയാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു എന്താ ചെയ്തത്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? He came for that one man. ഈ ലോകത്തിനേക്കാളും വലിയ വിലയാണ് ഒരാത്മാവിനുള്ളത്. നമ്മളുടെ അറിവിനനുസരിച്ച് ആർ വി പ്രജുഡിസ്ഡ്? നമുക്ക് ആ ഒരു പ്രൈഡും നമ്മളിൽ വളരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വില്യം ആൽബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണാം. അനേകം PhD ഒക്കെ ഉള്ളതാണ്, ഒരു ഏത്തിസ്റ്റ് ആയിരുന്നു. And he said, I want to know the truth of this. I don't believe in God, but I want to know the truth. And I will reveal and I will proclaim the world that there is no God. So I am going to Palestine. And he went to Israel. He archaeology ചെയ്ത് now then അവസാനം അവൻ ഒരു ബുക്ക് എഴുതി, From Stone Age to Christianity. He became a believer in Jesus Christ. ക്രിസ്തുവിനോട് നമ്മൾ എപ്പോഴൊക്കെ അടുക്കുന്നോ, ആരൊക്കെ ക്രിസ്തുവിനായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നോ അവനെ ക്രിസ്തു പഠിപ്പിക്കും. അതിപ്പോ ആർഗ്യൂ ചെയ്യാനായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാനായാലും, അല്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ അടുത്ത് ചെന്നാലും എന്നോട് തർക്കിക്കാവുന്നവൻ ആർ എന്ന് ദൈവം ചോദിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം കാര്യങ്ങൾ പഠിപ്പിക്കും. അതാണ് പറയുന്നത്, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ. കം ആൻഡ് ലേൺ ഓഫ് മീ, കം ആൻഡ് ലേൺ ഓഫ് മീ, എന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ വന്ന ഒരേ ഒരു മനുഷ്യൻ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് പീറ്റർ പറയാണ്, therefore grow in the grace and knowledge of our Lord and Savior Jesus Christ. ദൈവത്തിന്റെ ആ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീൻ എന്ന് പറയാണ്. എന്താണ് ഈ പരിജ്ഞാനം? എന്താണ് ഈ വിസ്ഡം? എന്താണ് ഈ നല്ല ബുദ്ധി എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് നല്ല ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ നമുക്ക് ഓസ്ട്രേലിയ വരാൻ പറ്റി, അല്ലെ ഗൾഫിൽ പോകാൻ പറ്റി, മക്കളുടെ കല്യാണം നടന്നു, നമ്മുടെ കടം മാറി, ഇതൊക്കെയാണ് നമ്മുടെ നല്ല ബുദ്ധി അല്ലെങ്കിൽ പരിജ്ഞാനം എന്ന് പറയാം. കാരണം നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്തു, ദൈവം അത് അംഗീകരിച്ചു. അതാണോ ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. ഇനി മാത്യു ചാപ്റ്റർ 18 and verse 3. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. And said, verily I say unto you, except ye be converted and become as little children, ye shall not enter into the kingdom of heaven. അപ്പൊ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും പിള്ളാരെ പോലെ ആകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെ? അപ്പൊ ഇത്രയും നമ്മൾ കാര്യങ്ങൾ, നല്ല ബുദ്ധി ഉണ്ടായി, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, പരിജ്ഞാനം വളർന്നു, പക്ഷെ പിന്നെയും പറയാണ്, unless you be converted and become like this one of these children, you will not enter the kingdom of heaven. അപ്പൊ പിന്നെ നമ്മൾ ഇതെല്ലാം മായ്ച്ചു കളയണം, നമ്മൾ പഠിച്ചതെല്ലാം മായ്ച്ചു കളയണം. വാട്ട് ഇറ്റ് ഈസ്? നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു മനസ്സറിയാം, കളങ്കമില്ലാതെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എത്ര അറിവ് വർദ്ധിച്ചാലും, ദൈവവചനത്തിലുള്ള അറിവ് വർദ്ധിച്ചാലും, ലോകപ്രകാരം അറിവ് വർദ്ധിച്ചാലും, നമ്മുടെ സാഹചര്യം എന്തു തന്നെ ആയാലും, നമ്മൾ ഈ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നില്ല എങ്കിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അതാണ് വേദോസ്തവം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. ഒത്തിരി പാഠങ്ങളുണ്ട്, അതിലൊരു പാഠം എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ സോളമൻ പറയാണ്,
Do not forsake the law of your father. Do not forsake the law of your father. He gives you good doctrine. ദൈവത്തിന്റെ കൽപ്പനകളെ ഒരിക്കലും മറുതരിക്കരുത്. അവന്റെ നല്ല ബുദ്ധി നേടുവിൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? എന്താണ് ഈ നല്ല ബുദ്ധി അല്ലാതെ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, 1 Corinthians chapter 6. നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. 1 Corinthians chapter 6, 9 and 10. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ഓവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കില്ല. നിങ്ങളും ചിലർ ഈ വാക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പണ്ട് നമ്മൾ ഇങ്ങനെയുള്ളവരായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പാപത്തെ കുറിച്ചുള്ളൊരു ബോധമുണ്ടായി. അപ്പൊ ന്യായപ്രമാണം എന്തിനാ എന്തിനാ തന്നത്? റോമാലേഖനത്തിൽ പറയുന്നത് പാപത്തെ കുറിച്ചുള്ള ഒരു ബോധം ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് കിട്ടി. അത് നമുക്ക് ശിശുപാലകനായി ഭവിച്ചു എന്ന് പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണം നമുക്ക് ഈ വക കാര്യങ്ങളെ കുറിച്ചുള്ള ബോധം തന്നു. യേശുക്രിസ്തുവിൽ ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനവും നല്ല ബുദ്ധിയും പരിജ്ഞാനവും ദൈവം തരുന്നു. എന്നിട്ട് പോള് ഗലേഷ്യൻസിന്റെ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പറയാണ്, ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് എന്ന് പറയാണ്. ഇന്ദ്രിയ ജയം എല്ലാം നമുക്കറിയാം, എല്ലാം പറയാണ്. അതുകൊണ്ട് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ. ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നമുക്കറിയാം, ഭാരം ചുമക്കുക എന്ന് പറയുന്നത് ഒരു ചാക്ക് സിമെന്റ് എടുത്ത് തല വെക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിനെക്കുറിച്ച് കർത്താവ് പറയേണ്ട കാര്യമില്ല. കാരണം എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളിലുള്ള പാപവും അതിന്റെ ഭാരവും, മുറുകെ പറ്റുന്ന പാപവും അതിന്റെ ഭാരവും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പാപത്തിനൊരു ഭാരമുണ്ട്, ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്, കുറ്റബോധമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ മാറുന്നത് ഈ കുറ്റബോധവും ഈ ഗിൽറ്റും പാപവും ദൈവം ക്ഷമിക്കും എന്നാണ്. നമ്മുടെ ഈ കുറ്റബോധവും ദൈവം മാറ്റും. അപ്പൊ അതുകൊണ്ട് ഈ പാപത്തിന്റെ ഒരു ഭാരം നമുക്കറിയാം. ഇപ്പോ മദ്രാസിലെ മകൻ നമുക്കറിയാം, ഒത്തിരി പേര് അതിന്റെ സാക്ഷ്യമൊക്കെ കേട്ടുണ്ടായിരിക്കാം. അപ്പം ലെനി ജോർജ് അദ്ദേഹം ആ കൊലയൊക്കെ നടത്തിയിട്ട്, ആ മർഡറൊക്കെ നടത്തിയിട്ട് പിന്നീട് അദ്ദേഹം അന്ന് പുള്ളി ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു. അത് കഴിഞ്ഞ് ക്രൈസ്റ്റിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ കാലം പുള്ളിക്കാരന് ഇത് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവവചനം പറയുന്നത് ഗിൽറ്റി കോൺഷ്യസ്, ആ ചെയ്തത് അത് ആ കോൺഷ്യസൂടെ ദൈവം എടുത്ത് കളയും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. മനുഷ്യർ കോൺസിക്വൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം മനുഷ്യൻ എപ്പോഴും നോക്കുന്ന ഇവനെ ഒരു കൊലയാളിയായിട്ടായിരിക്കും. പക്ഷെ ദൈവം അത് ക്ഷമിച്ചിരിക്കുന്ന ഗിൽറ്റി കോൺഷ്യസൂടെ ദൈവം എടുത്തു കളയും എന്ന് ഓർക്കണം. ഒരു കഥ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒമാനില് പ്രസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു നിരീശ്വരവാദിയായ ഒരു പിതാവ്, അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു. നാട്ടില് അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ചെറുപ്പം മുതലേ ഈ മകനെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ എപ്പോഴും പുള്ളിക്കാരന് കുറെ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയും നാട്ടിൽ പോയി ഫാമിലിയുടെ കൂടെ സെറ്റിൽ ആവണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷെ ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നങ്ങളാണ്. അത് കാരണം പുള്ളിക്കാരൻ അതിങ്ങനെ ജോലി ചെയ്ത് പോകുന്നു. എന്നാൽ ഈ ചെറുക്കൻ വളർന്നു വരുന്നതനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അമ്മ പലപ്പോഴും പറയും, നിങ്ങളിങ്ങ് വരണം, ഇവനെ എനിക്കിപ്പോൾ പോറ്റാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, ഇവൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ ശരിയാവും, നീ നല്ലതായിട്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ അമ്മയെ പേടിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അമ്മയെ പേടിപ്പിക്കാനും വെളിയിൽ പോകുമ്പോൾ സിഗരറ്റ് വലിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വേറെ കൂട്ടുകെട്ടുകളിലൊക്കെ പോയപ്പോൾ അമ്മ പറഞ്ഞു, ഇവന്റെ പോക്ക് ശരിയല്ല, നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സഹിക്കാൻ മേലാതെ അദ്ദേഹം ഒരു പ്രാവശ്യം ജോലി നിർത്തി തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരു പ്രാവശ്യം മകൻ എന്തോ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ചെയ്യരുത് എന്ന് അപ്പൻ പറഞ്ഞപ്പോൾ ഉടനെ അപ്പനെ കത്തിയെടുത്ത് കാണിച്ചു. ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാരണം നമ്മൾ പലപ്പോഴും ഇപ്പൊ പ്രത്യേകിച്ച് യങ് പേരൻസ് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇത് പണ്ട് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും വേറെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പിള്ളേർ വളരുന്നത്.
വളരെ മ്ലേച്ഛമായ സാഹചര്യത്തിലാണ് നമ്മുടെ പിള്ളേർ വളർന്നത്. ഈ കാലത്തിൽ ഇവർക്ക് എങ്ങനെ ഈ ക്രിസ്തുവിനെ അറിയാൻ ജീവിക്കാനായിട്ട് പറ്റും? ഒറ്റ പോംവഴിയേ ഉള്ളൂ. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ദൈവത്തെ അറിയുക, ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്നില്ല. വേറൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. ദൈവഭയം എന്ന് തീരുന്നോ അന്ന് നമ്മുടെ പിള്ളേര് ഇതിൽ നിന്ന് മാറിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പെട്ടെന്ന് ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഒരു ജീവചരിത്രം പെട്ടെന്ന് വായിച്ചു നിർത്തുന്നതായിരിക്കും. എന്താണ് യേശുക്രിസ്തുവിലുള്ള പരിജ്ഞാനം, നല്ല ബുദ്ധി, അല്ലെ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കും മനസ്സിലാകും എന്ന് ഞാൻ ദൈവത്തിൽ ആശിക്കുന്നു. ഞാനിത് പെട്ടെന്ന് വായിക്കാം. നമുക്കറിയാം, ഹി വാസ് എ മെഡിക്കൽ മിഷണറി. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഹി വാസ് എ മെഡിക്കൽ മിഷണറി. അദ്ദേഹം ആഫ്രിക്കയിൽ പോയിരുന്ന സമയത്ത്, ആ സമയത്ത് മനുഷ്യരെ തിന്നുന്ന നരഭോജികൾ ഉണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം ആഫ്രിക്കയിൽ പോകുന്നത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ, born in Scotland in 1813. His father used to tell him stories of Bible and missionaries. Young David looks into his father's eyes and said, "You know, Daddy, one day I will become a missionary like that. I want to be a missionary and serve God. I want to be a doctor. And once I become a doctor, I will go and talk to people about Jesus." Livingston on his knees used to pray, "Send me anywhere. Only go with me. Lay any burden on me. Only sustain me. Sever any ties, but the ties that brings me to your heart." And he said, the words of God came to me, "Lo, I am with you always, even unto the end of the age." When he became big, he packed his bag and went to Africa. He married a woman from the famous Moffat family. David was an explorer who moves from place to place. His only goal was to give Jesus to men and women, thousands of them. Finally, his family could not cope up with him. Some of his children were dying. He told his wife, Mary, "Why don't you take them and go back, and I will see you as soon as I can. It is too dangerous to go on." He sent his dear wife back home. You know when he saw her next? Not 5 weeks, not 5 months, but after 5 years. I'm neither condemning nor exalting this man, just saying what happened in his life. This time his wife could not recognize him, because one day in his jungle travel, he walked into the branch of a tree that completely blinded his one eye and marred the other. His face had been burned in the African weather, and skin was pigmented. He was roasted, that his body could not take it any longer. One time he was attacked by a lion, which torn his shoulder apart. He miraculously escaped. Mary is seeing her husband after 5 years with a marred face and disfigured physical countenance. And yet, hours before he arrived, they buried his father. David wept bitterly. David wanted to see his father and wanted to tell his missionary stories. When David went to universities, people stood at awe in reverence to the giant of a man. David told his wife, "Mary, the thought of Africa is burning in my heart, and we need to go back." At one point he said he could go, but she has to be with the children. When they were old enough, "I will join you." Again, David. He set out his lonely journey to preach to his African people, so much in the heart. Finally, after a long time, Mary joined him. The very day she put her feet in Africa, she contracted her diseases, and few days later, they buried her. David Livingston knelt down beside her grave, and he was weeping and prayed. People overheard him said, "He says, my Jesus, my King, my life, my all. I again consecrate my life to thee. I shall place no value in anything I possess, or in anything I possess, or in anything I made except in relation to thy kingdom and thy service." The words of God came to him, "Lo, I am with you even unto the end of the age." He packed his bags and went to his village of Ujiji. He found out somebody has played a cruel joke on him. Somebody has stolen his pain medication. His body was racked with pain. He walked with constant agony. On those moments, he got on his knees, wept and said, "God, you promised me you will be with me. I need that medication to continue to preach the gospel." And as he prayed, he heard footsteps at his door. For his surprise, after a long time, he saw a white man in Africa. He said, "Who are you, sir? Mr. Livingston, I presume." "Yes, sir, I am." David replied. The man said, "I am a press reporter confined to write your story. 2 things you should know about me. First, I am the biggest swaggering atheist on the face of the earth. Please don't try to convert me. Number 2,
Somebody has sent some medication for you. He said, give me the medication, please. Mr. Henry M. Stanley got into the trouble with Livingston. 4 months later, he knelt down on the soil of Africa, gave his life for Jesus Christ. Stanley said the Christ-like life was awesome. Finally, his body shriveled with high temperature and pain. They used to carry him in stretchers for preaching. One day, preaching from the stretchers, he said to his African brothers, please take me back home. I'm very ill and I am tired. I need some sleep. They got him back, helped him to bed. But he says, no, please help me on my knees. David on knees beside him in bed, clasped his hands, started to pray. His prayer was so long that they thought it is blasphemy to stay in the room while he is having communion with God. His prayer was too long. Then someone came running and said, I need to see David Livingston. African brothers said, shh, he is praying. 5 minutes went by, they looked, he was still on his knees. Several minutes went by, they looked, he was still on his knees. One of them felt he's too tired. He needed to get some sleep. He walked into the room and shook David's shoulders and said, Guana, Guana. Livingston fell over. He was dead. He died exactly the way he had lived in the presence of God. He did not run from his voice. He did not wave a lamp which had no light in it. He did not sell his soul for pleasures. The thought of Africa burned itself in his heart. He could say that, my Jesus, my King, my life, my all, I consecrate my life to thee. Africans buried his heart under the tree because his heart was with them. They disguised the body because of few of the tribes of a dead body in their territory and walked 1,500 kilometers to the coast. 13 men carried his dead body. They gave the body to the British consulate. Body was brought to England and was buried in Westminster Abbey. During his life, he did not have any converts. But when Zambia became independent in 1964, the president addressed the nation, and his first speech, he said, we are a Christian nation. He is one of those among many who learned from Christ. Have you learned anything from Christ? The fear of the Lord is the beginning of the wisdom. Come unto me and learn of me. എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പീൻ. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് കർത്താവിൽ നിന്ന്? Matthew chapter 16 and verse 25 says, if anyone loses his life, if anyone gain anything in the world, he will lose his life. But if you lose your life for the sake of myself, you will enter into life. ദൈവനാമം നിമിത്തം ഈ ജീവിതത്തിനെ ത്യജിക്കാൻ നമ്മൾ തയ്യാറാണോ? എൻ്റെ നാമനിമിത്തം ജീവനെ കളയുന്നവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. 2 Peter chapter 1. Verse 5 to 10. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് നമുക്ക് സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ട്? നമുക്ക് ആ എരിവില്ലാത്തതുകൊണ്ട്, നമുക്കൊന്നും നഷ്ടപ്പെടുത്താൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, നമ്മൾ ജീവനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. ഈ ദൈവത്തിൽ നിന്ന് പഠിച്ച്
പരിജ്ഞാനമുള്ളവരായി, നല്ല ബുദ്ധിയുള്ളവരായി, ദൈവത്തിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ ഒരു കൈത്തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ദൈവത്തിരുനാമം മഹത്വപ്പെടുന്നു. ഗലാത്യൻസ് 5:7. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾ നന്നായി മുന്നേറുകയായിരുന്നു, എന്നാൽ സത്യത്തെ അനുസരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരാണ് വിലങ്ങുതടിയായിരിക്കുന്നത്? ഈ പ്രേരണ നിങ്ങളെ വിളിച്ചവനിൽ നിന്നല്ല. ആ ഭാഗം ഞങ്ങൾ വായിക്കാം. നിങ്ങൾ നന്നായി മുന്നേറുകയായിരുന്നു, എന്നാൽ സത്യത്തെ അനുസരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരാണ് വിലങ്ങുതടിയായിരിക്കുന്നത്? ഞാൻ ചിന്തിച്ചൊരു വിഷയമാണിത്. ശരിക്കും എൻ്റെ ലൈഫിനോട് ബന്ധിച്ച് ഞാൻ ചിന്തിച്ചൊരു വിഷയമാണ്. കാരണം ദൈവത്തിന്റെ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച വിഷയം, പിന്നെ രഞ്ജിത്ത് പ്രാർത്ഥിച്ച വിഷയം ഇതൊക്കെ തന്നെയാണ്. അതായത് നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന തന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന എന്താണ്? അതായത് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മളെ തടയുന്നത് എന്താണ് നമ്മുടെ ലൈഫിൽ? കാരണം നമുക്ക് ദൈവത്തിന്റെ വചനം എല്ലാം അറിയാവുന്നതാണ്. എന്താണ് നമ്മളെ അതിന് തടസ്സമായിട്ടിരിക്കുന്നത്? നമുക്ക് ഓരോ വ്യക്തികളും ശരിക്കും അത് അറിയേണ്ടതല്ലേ? അറിഞ്ഞില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവ സ്നേഹത്തോട് അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തോട് നമുക്ക് പലപ്പോഴും ഓടുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിന്റെ മുഖത്തോട് നോക്കി ഓടാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ വഴിതെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കാലിടറി പോകുന്നു പലപ്പോഴും. എന്താണ് നമ്മൾ ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാത്തത്, അല്ലെ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാത്ത, നമ്മളെ ഭരിക്കുന്ന ഒരു സ്വഭാവം എന്താണെന്നുള്ളത് അത് ശരിക്കും നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കില്ല. ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങൾ. ഞാൻ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ ഒന്ന് വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികൾ അറിയാമല്ലോ: അവിഹിത വേഴ്ച, അശുദ്ധി, ഭോഗാസക്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഭിന്നിപ്പ്, വിഭാഗിത, വിദ്വേഷം, മദ്യലഹരി, കൂത്താട്ടം തുടങ്ങിയവ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇതിൽ പല സ്വഭാവങ്ങളും നമ്മൾ ചെയ്യുന്നവരല്ല പുറത്ത്, പക്ഷെ ഈ പല സ്വഭാവങ്ങളും നമ്മൾ ഉള്ളിൽ ചെയ്യുന്നവരാണ്, ഹൃദയത്തിൽ ചെയ്യുന്നതാണ്. ഇതിലെ പല പാപങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, മറ്റുള്ളവരെ ഹൈഡ് ചെയ്യുന്നില്ലായിരിക്കും, അല്ലെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും നമ്മൾ ഇതിൽ നിന്നൊക്കെ പലതിൽ മുക്തയാണ്, ഫ്രീഡം കിട്ടിയവരാണ്. പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ? ദൈവം നമ്മളുടെ പുറമെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്.
ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നമ്മൾ ഇന്നും ഇത് തന്നെയാണ് നമ്മളെ ദൈവ സ്നേഹത്തിലേക്ക് അല്ലെ ദൈവത്തിലേക്ക് അകറ്റി നിർത്തുന്ന ഘടകങ്ങൾ. ഈ പാവ സ്വഭാവങ്ങളാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാത്തത്. ഈ പാവ സ്വഭാവങ്ങളാണ്. ഗലേഷ്യൻസ് 3:1 ഇങ്ങനെ ഗലാത്യ സഭയോട് പൗലോസ് പറയുവാണ്, ഭോഷരായ ഗലാത്യരെ, ആരാണ് നിങ്ങളുടെ കണ്ണ് കെട്ടിയത്? നിങ്ങളുടെ കൺമുമ്പിൽ സ്പഷ്ടമായി ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ഞാൻ അവതരിപ്പിച്ചതല്ലേ? ഇത് തന്നെയല്ലേ നമ്മളോട് ഇങ്ങനെ എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലങ്ങളായിട്ട് ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാത്തത്? എന്താണ് നമ്മൾ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് പിന്നെയും വഴി മാറി പോകുന്നത്? ഇന്നും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ പരിശുദ്ധാത്മാവിന്റെ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ക്യാരക്ടറിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം രക്ഷിക്കപ്പെട്ട പല വർഷങ്ങളായിട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ആ സ്വഭാവത്തിലേക്ക് പിന്നെയും മാറുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ പാപസ്വഭാവം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച് അതിൽ നിന്നൊരു മോചനം നേടുകയല്ലേ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതല്ലേ നമ്മളെ ഇപ്പൊ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളുടെ വെളിയിലത്തൊക്കെ നോക്കണ്ട, ഈ ചർച്ചിൽ നമുക്കൊരു വ്യക്തിയോട് സ്നേഹമില്ലായ്മ വരുന്നത് എന്തുകൊണ്ടാണ്? എന്ത് സാഹചര്യമാണ് നമ്മളെ അതിനോട് നയിക്കുന്നത്? സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം, സ്നേഹം മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. ആരാണ് നമ്മളെ അതിനെ തടസ്സപ്പെടുത്തുന്നത്? ഇവിടെ ഗലേഷ്യൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ പ്രേരണ നിങ്ങളെ വിളിച്ചതിൽ നിന്നല്ല. അത് ഉറപ്പാ, നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ പ്രശ്നങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ള നമ്മളെ വിളിച്ചവരിൽ നിന്നല്ല ഈ പ്രേരണകളൊന്നും വരുന്നത്. ഒരു മനുഷ്യനോട് നമുക്ക് സ്നേഹം കുറയുന്നതിൽ എന്താണ് കാരണം വരുന്നത്? ആരാണ് അതിന് കാരണക്കാരനാകുന്നത്? കാരണം എന്ത് സാഹചര്യം വന്നാലും എന്ത് പ്രശ്നം വന്നാലും സ്നേഹിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പത്രോസിനോട് ഇരിക്കുന്നത് എത്ര വട്ടം ക്ഷമിക്കണമെന്ന് വെച്ചപ്പോൾ 70 വട്ടം, അതായത് എത്ര വട്ടം ക്ഷമിച്ചാലും മാറാത്ത തരത്തിൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കണം വചനം പറയുന്നത്. ഈ വചനം പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല? എന്താണ് ഇപ്പം രഞ്ജിത്തിന്റെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ദൈവത്തെങ്കിൽ അടുപ്പിക്കാതിരിക്കുന്ന ഈഗോസ് ഉണ്ട്, നമുക്ക് അഹങ്കാരമുണ്ട്, നമുക്ക് സ്നേഹമില്ലായ്മയുണ്ട്, നമുക്ക് അസൂയുണ്ട്, നമുക്ക് കാരണം നമ്മളെക്കാൾ മേലെയായിട്ട് വേറൊരുത്തരെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് നമുക്ക്. ഇതൊക്കെ നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ തടസ്സപ്പെടുത്തുന്ന നമ്മളിലുള്ള ഏറ്റവും ഹൈഡ് ചെയ്ത് കിടക്കുന്ന സ്വഭാവങ്ങളാണ്. നമ്മൾ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ പെർഫെക്റ്റാ. ഇപ്പം ആണുങ്ങളിലാണെങ്കിൽ കള്ളുകുടി മാറി, സിഗരറ്റ് വലി മാറി, അങ്ങനെയുള്ള ചില കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് വിശുദ്ധരായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ ക്രിസ്ത്യ കോളത്തിലുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിലെ ഹൈഡായിട്ടിരിക്കുന്ന പല സ്വഭാവങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്വരൂപത്തിലേക്കും ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റുവാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന പല സ്വഭാവങ്ങളും നമ്മളിൽ ഇന്നും നമ്മളിൽ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ശരിക്കും ഒരു മോചനം കിട്ടുന്നത്? നമ്മളെ അങ്ങ് തടസ്സപ്പെടുത്തുന്നു, നമ്മളെ അങ്ങ് പ്രയാസപ്പെടുത്തുന്നു. നമ്മൾക്കെല്ലാം അറിയാം, നമ്മുടെ ഒരേ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിലേക്ക് വളരുക, ദൈവ സ്വഭാവത്തിലേക്ക് വളരുക, ഈ പാപത്തെ വിട്ടകലുക. ഈ നമ്മളെ ക്രൂശിക്കുന്ന ഇന്ന് നമ്മളെ ശരിക്കും നമ്മളെ വിഷമിപ്പിക്കുന്ന പാപ സ്വഭാവം, നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്ന പാപങ്ങള്, അല്ലെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന പാപങ്ങൾ, ഇതിൽ നിന്നുള്ളൊരു മോചനമല്ലേ ശരിക്കും നമ്മുടെ ഗോള്. നമ്മൾ അതിനുവേണ്ടിയല്ലേ ദൈവത്തിന്റെ വചനത്തിലേക്ക് വന്നതും ദൈവത്തിന്റെ വചനം പഠിക്കുന്നതും ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുന്നതും ഒക്കെ നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്ന പാപത്തെ വിട്ട് ഓടുവാൻ വേണ്ടിയല്ല. ഇതല്ലേ നമ്മുടെ ആകെയുള്ള ഒരു ഗോള്. ഇപ്പം ഇന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അതായത് ഈ ലോകത്തിലേതായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശരിക്കും അറ്റൈൻ ചെയ്യുന്ന കാര്യമില്ല. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് നമ്മുടെ ആവശ്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാം. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ മക്കൾക്ക് എന്താണ് ആവശ്യം, നമുക്ക് എന്തൊക്കെ വേണോ എന്നുള്ളത് ദൈവത്തിന് അറിയാവുന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നവരാ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. പ്രാർത്ഥിച്ചില്ലേലും എന്റെ ദൈവമായ കർത്താവിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പോ ഒരു ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലേ പോലും എന്റെ അപ്പൻ അറിയാതെ എനിക്കൊരു ജോലി എന്റെ ആവശ്യമാണെന്നുള്ളത്. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ശരിക്കും ശ്രമിക്കുന്നത്? നമ്മുടെ ഈ ഇനിയുള്ള ജീവിതം, കഴിഞ്ഞ കാലങ്ങളല്ല, ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തിനു വേണ്ടിയാ പ്രയത്നിക്കേണ്ടത്? ശരിക്കും നമ്മൾ പ്രയത്നിക്കേണ്ടതും നമ്മൾ കഷ്ടപ്പെടേണ്ടതും നമ്മളിലുള്ള ഈ പാപത്തെ വിട്ട് ഓടാൻ വേണ്ടിയാണ്. നമ്മളിലുള്ള ഈ പാപ സ്വഭാവത്തെ വിട്ട് ഓടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ ഈ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം
നമുക്കറിയാവുന്ന ഭാഗമാണ് ഉപമയുടെ വ്യാഖ്യാനം. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ ശരിക്കും, കാരണം നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ടച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഉപമയുടെ വ്യാഖ്യാനം. ഈ ഉപമയുടെ അർത്ഥം എന്ത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, എന്നാൽ മറ്റുള്ളവർ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും വേണ്ടി അവരോട് ഉപമകളോട് സംസാരിക്കുന്നു. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. വഴിയരികിൽ വീണ് എന്ന് പറഞ്ഞത് വചനം കേട്ടവരെ പറ്റിയാണ്. പിന്നീട് പിശാച് വന്ന് അവർ വിശ്വസിക്കാതിരിക്കാനും രക്ഷിക്കപ്പെടാതിരിക്കാനും വേണ്ടി അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും രക്ഷിക്കപ്പെട്ടവരാണ്. അതായത് നമ്മൾ ഏകദേശം ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞവരാണ്. നമ്മളെ അഫക്ട് ചെയ്യുന്ന കാര്യം സെക്കൻഡ് സ്റ്റേജ് തൊട്ടാണ്. അതായത് പാറയിൽ വീണെന്ന് പറഞ്ഞത് വചനം കേട്ടപ്പോൾ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവരെ പറ്റിയാണ്. എന്നാൽ അവർക്ക് വേരില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുകയും പ്രലോഭന സമയത്ത് വീണു പോവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, മുൾച്ചെടികൾക്കിടയിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേട്ടെങ്കിലും ജീവിതയാത്രയിലെ ആശങ്കകളാലും ധനത്താലും ജീവിത ഭോഗങ്ങളാലും ഞെരുക്കപ്പെട്ടിരിക്കുന്നവരെ കുറിച്ചാണ്. അവരുടെ ഫലം വളർന്ന് മുറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ രണ്ടും മൂന്നും പറഞ്ഞിരിക്കുന്ന കാര്യത്തിനോട് ശരിക്കും നല്ല മാച്ച് ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്നെ മാച്ച് ചെയ്യുന്ന കാര്യമാണ്, നമ്മളെല്ലാവരെയും മാച്ച് ചെയ്യുന്ന കാര്യമാണ്. പാറയിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേട്ടപ്പോൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നവരെ പറ്റിയാണ്. എന്നാൽ അവർക്ക് വേരില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുകയും പ്രലോഭന സമയത്ത് വീണു പോവുകയും ചെയ്യുന്നു. മുൾച്ചെടികൾക്കിടയിൽ വീണ് എന്ന് പറഞ്ഞത് വചനം കേട്ടെങ്കിലും ജീവിതയാത്രയിൽ ആശങ്കകളാലും ധനത്താലും ജീവിത ഭോഗങ്ങളാലും ഞെരുക്കപ്പെടുന്നവരെ കുറിച്ചാണ്. നമ്മളെല്ലാം ഈ ഒരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നമ്മൾ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. കാരണം ഒരു വ്യക്തി അവനെ തടസ്സപ്പെടുത്തുന്ന, ദൈവസന്നിധിയിലേക്ക് തടസ്സപ്പെടുത്തുന്ന ആ കാര്യം അറിഞ്ഞാൽ അവൻ ഭാഗ്യവാൻ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു പാപം നമ്മളെ ദൈവത്തിങ്കിലേക്ക് അകറ്റുന്നു എന്ന് മനസ്സിലാകാതിരിക്കുന്ന വ്യക്തികൾക്ക് അപകടത്തിലാണ് ശരിക്കും. ദേ ആർ ഇൻ ഡേഞ്ചർ സോൺ. പക്ഷെ ഒരു വ്യക്തി മനസ്സിലാക്കുക, ഈ ഒരു പാപമാണ് എന്നെ ദൈവത്തിങ്കിലേക്ക് അയറ്റുന്നത്, അല്ലെ ഇങ്ങനെയുള്ള പാപങ്ങളാണ് എന്റെ ദൈവത്തിങ്കിലേക്ക് അകറ്റുന്നത്, എന്റെ ദൈവത്തിലേക്ക്, എന്റെ ദൈവ സ്നേഹത്തിലേക്ക് എന്നെ പിടിച്ചു മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ചെങ്ങലയായിട്ട് ബന്ധിച്ചിരിക്കുന്ന ചില പാപങ്ങളാണ് ഇതിനെ തടസ്സമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം ശരിക്കും. അവർ ശിഷ്യന്മാരുടെ അടുക്കൽ, അതായത് മാർക്ക് 9:14, ആ ഒരു പിശാച് ബാധിച്ച ബാലന്റെ ഒരു സൗഖ്യത്തിന്റെ കഥ നമ്മളെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഞാനത് ഇതിനോട് ബന്ധപ്പെട്ട് എന്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നു. അവർ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ അവർക്ക് ചുറ്റും കണ്ടു. വേദജ്ഞർ അവരുമായി തർക്കിക്കുന്നു. യേശുവിനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയിച്ചു. അവർ ഓടിയെത്തി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് അവരുമായി ചർച്ച ചെയ്യുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ ഉത്തരം പറഞ്ഞു, ഗുരു, സംസാരിക്കാത്ത ഒരു ആത്മാവ് വായിച്ച എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആവേശിക്കുമ്പോഴെല്ലാം ബാലൻ മറിഞ്ഞു വീണു പല്ലു കടിച്ചു നുരയും പതയും ചാടിച്ചു മരവിച്ചു പോകുന്നു. ഇതിനെ ഒഴിവാക്കാൻ നിന്റെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പറഞ്ഞു, അല്ലയോ വിശ്വാസമില്ലാത്ത തലമുറയെ, ഞാൻ എത്ര കാലം കൂടി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം? എത്ര കാലം കൂടി ഞാൻ നിങ്ങളെ സഹിക്കണം? ബാലനെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ ആ കുട്ടിയെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ അശുദ്ധാത്മാവ് കുട്ടിയെ ഞെളിപിരി കൊള്ളിച്ചു. ബാലൻ നിലത്ത് വീണു ഉരുണ്ടു. വായിൽ നിന്ന് നുരയും പതയും വന്നു. യേശു ആ കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയത് എത്ര കാലമായി? അയാൾ പറഞ്ഞു, ശൈശവം മുതൽക്ക് തന്നെ. അത് ബാലനെ നശിപ്പിക്കാൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, നിനക്ക് കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. ഉടനെ ആ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിക്കണമേ. ജനങ്ങൾ ചുറ്റും ഓടിക്കൂടുന്നത് കണ്ട് യേശു ആ അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ബധിരനുമായ അശുദ്ധാത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ ബാലനിൽ നിന്ന് പുറത്തു കടക്കൂ. ഇനി ഒരിക്കലും ഈ ബാലനിൽ പ്രവേശിക്കരുത്. ബാലനെ വല്ലാതെ ഞെളിപിരി കൊള്ളിച്ച് നിലവിളിച്ചുകൊണ്ട് അത് പുറത്തു കടന്നു. ബാലൻ മരിച്ചതുപോലെയായി. തന്മൂലം ബാലൻ മരിച്ചു എന്ന് പലരും പറഞ്ഞു. യേശു ബാലനെ കൈക്ക് പിടിച്ചു ഉയർത്തി. ബാലൻ എഴുന്നേറ്റു.
അവൻ വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ രഹസ്യമായി ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കാൻ കഴിയാതെ? യേശു പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് അല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വകയെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ പാപ സ്വഭാവത്തിന് വേണ്ടി അതല്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയമാണോ നമ്മളിലെ ജഡത്തിൽ നമ്മളെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൽ നിന്ന് വിട്ടുമാറുവാൻ വേണ്ടിയുള്ളതാണോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം? അതും ഇന്നും ജോലിക്ക് വേണ്ടിയോ, അല്ലെ ഇന്നും നമ്മുടെ കടങ്ങൾ മാറാൻ വേണ്ടിയോ, അതോ നമ്മുടെ പിള്ളേരുടെ ഫ്യൂച്ചറിന് വേണ്ടിയോ, അതോ നമ്മുടെ ഈ ലോകത്തിലെ സുഖസമൃദ്ധിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന വിഷയം പ്രധാനപ്പെട്ടായിട്ടുള്ളത്? എങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥന വിഷയം മാറ്റിക്കോണം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയമല്ല. ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ കുറവുണ്ടായിരിക്കും, ദൈവം അത് ക്ഷമിച്ചോളും. പക്ഷെ നമ്മുടെ ഹൃദയശുദ്ധിയോടുകൂടി തന്നെ താഴ്മയോടുകൂടി തന്നെ ദൈവത്തോട് ഒരു കാര്യം അപേക്ഷിച്ചാൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും അത് കിട്ടാതിരിക്കില്ല. ഇവിടെ പറയുന്നത് എന്തുവാ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം അതിനുള്ള ശക്തി നമ്മൾക്ക് തരും. ഈ റോമൻസ് 1-ാം അധ്യായം 10-11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആ വാക്യം ഞാൻ ഈ ഇതിൽ നിന്ന് വചനത്തിൽ നിന്ന് വായിക്കാം. റോമൻസ് 1-ാം അധ്യായം 10-11. ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നെത്താൻ കഴിയണമേ എന്നാണ് ആ പ്രാർത്ഥന. നിങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ചില ആത്മീയ വരങ്ങൾ നൽകേണ്ടതിനാണ് നിങ്ങളെ കാണാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. മതി. പൗലോസ് ഇവിടെ റോമൻസിനോട്, നമുക്കറിയാം റോമ ചർച്ച് എന്ന് പറയുന്നത്, പൗലോസ് തന്നെ റോമ ചർച്ചിനോട് പറയുന്നത് അവരെല്ലാം ടീച്ച് ചെയ്യാനും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു റോമൻ ചർച്ചിൽ ഇരുന്നത്. അവരെല്ലാവരും ദൈവവചനത്തിൽ നല്ല സ്ട്രോങ് ആയിരുന്നു അതിന്റെ അർത്ഥം. കാരണം അവര് പഠിപ്പിക്കാൻ അവർ പ്രാപ്തരായിരുന്നു. പൗലോസ് പറയുന്ന ആ വ്യക്തികളോട് പൗലോസ് പറയുന്ന വാക്യാണ്, ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ചില ആത്മീയ വരങ്ങൾ നൽകണം. റോമൻസിനോട് പറയുന്നത്. പൗലോസിന് എന്തിനു വേണ്ടിയാണ് റോമ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നത്? അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചില ആത്മീയ വരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കൊടുക്കാൻ വേണ്ടിയാണ്, നൽകാൻ വേണ്ടിയാണ് റോമൻസിലേക്ക് പൗലോസ് പോകാൻ ആഗ്രഹിച്ചത്. കാരണം എന്തിനു വേണ്ടിയാണ് ശക്തിപ്പെടുത്തേണ്ടത്? ദൈവത്തിന്റെ കൃപാവരങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കൃപാവരങ്ങള്? നമുക്ക് ശക്തിപ്പെടണം. ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഓടാൻ സാധിക്കില്ല. നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വിട്ടു നടക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിലെ ചതിക്കുഴിയിൽ നിന്നും, ഈ ലോകത്തിലെ ടെംപ്റ്റേഷനിൽ നിന്നും, ഈ ലോകത്തിലെ എല്ലാ കപടതകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് ശക്തി വേണമെങ്കിൽ ദൈവത്തിന്റെ കൃപാവരം വേണം. പൗലോസ് ഇവിടെ റോമൻസിനോട് പറയുക, ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ചില ആത്മീയ വരങ്ങൾ നൽകണം. സോ ദാറ്റ് യു മേ ബി എസ്റ്റാബ്ലിഷ്ഡ്. നിങ്ങളെ സ്ഥിരീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി, ദൈവവചനത്തിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി, ദൈവത്തിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപാവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് പൗലോസ് റോമൻസിലേക്ക് വരാൻ ആഗ്രഹിച്ചത്. നമ്മളെല്ലാവരും ഈ പാപ സ്വഭാവത്തിൽ നിന്ന് മാറാൻ, ഇന്ന് എനിക്കറിയില്ല ഇവിടെ എത്ര പേർക്ക് അവനവന്റെ ഉള്ളിലെ പാപ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയണം. അറിഞ്ഞ ഒരു ദൈവത്തിങ്കിലേക്ക് ഇന്ന് തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിഷയമായിരിക്കണം നമ്മുടെ പാപ സ്വഭാവത്തെ മാറ്റുക എന്നുള്ളത്. നമ്മളുടെ പാപ പ്രകൃതിയെ മാറ്റി ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വളരുക എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കണം ശരിക്കും ദൈവത്തോട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ പാതി വഴിയിൽ നമ്മൾ ദൈവവചനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് ഒരുവൻ കിരീടം പ്രാപിക്കുന്നു, മറ്റുള്ളവരെല്ലാം പ്രാപിക്കുന്നു. പക്ഷെ നമുക്കറിയാം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും അല്ല, ഫിനിഷറാണ്. ക്രിസ്തീയ ഓട്ടത്തിലെ, ക്രിസ്തീയ ജീവിതത്തിലെ അറ്റൈൻ ചെയ്ത ജീവന്റെ കിരീടം പ്രാപിക്കുന്നവരൊക്കെ ഫിനിഷേഴ്സ് ആണ്. നമ്മൾ ചിലപ്പം ട്രാക്ക് തെറ്റിയെന്ന് വരാം, നമ്മൾ ചിലപ്പം വീണെന്ന് വരാം. അവിടെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, കൃപാവരങ്ങളുടെ ശക്തി നമ്മളെ ആ ട്രാക്കിന്റെ നേരെയാക്കും. അതായത് തെറ്റായ ട്രാക്ക് മാറിയെങ്കിൽ നമ്മുടെ ട്രാക്കിലേക്ക് ആക്കും. അല്ലെ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈക്ക് പിടിച്ച് ഉയർത്തും. നമ്മൾ ഏത് വഴിയിൽ തളർന്നു വീണാലും, എവിടെ നമ്മൾക്കൊരു പ്രയാസപ്പെട്ട് നമുക്ക് ഇതിനെ അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ താഴ്മയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്കൊരു കരം നീട്ടി തരും, പരിശുദ്ധാത്മാവിന്റെ ശക്തി തരും. എന്തിനു വേണ്ടിയാ? നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാ ഈ യാത്ര.
നമുക്കറിയാം വളരെ കുറച്ച് പേര് മാത്രമേ ഇത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ യാത്ര. കാരണം അത്രയ്ക്കും കഠിനമാണ് യാത്ര, അത്രയ്ക്കും പ്രയാസം നിറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കണം. ഈ ലോകത്തിലെ ആൾക്കാർ നമ്മളെ മണ്ടരെന്ന് വിളിക്കും. കാരണം നമ്മൾ ഒന്നിനും ആശ്രയിക്കുന്നില്ല, നമുക്കൊന്നും വേണ്ട. ഇവനൊക്കെ എന്തിനു വേണ്ടിയായി ഇരിക്കുന്നത്, നമ്മളോട് പരിഹസിക്കും. പക്ഷെ നമുക്കറിയാം എന്റെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരു ജീവകിരീടം വെച്ചിട്ടുണ്ട്, ഒരു നിത്യ രാജ്യം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓടുവാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവത്തിന്റെ ശക്തിയും തന്നിട്ടുണ്ട്. നമ്മളല്ല ഓടുന്നത്. അത് ലോകത്തിലുള്ള ആർക്കും അറിയില്ല. എല്ലാരും നോക്കുമ്പോൾ നമ്മളെ മാത്രമേ കാണുള്ളൂ. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളെ ലോകം കാണുന്നില്ല. നമ്മളെ ഓടിക്കുന്ന വ്യക്തിനെ കാണുന്നില്ല. നമ്മളല്ല ഓടുന്നത്, നമ്മളെ ഓടിക്കുക. അതാ പറയുന്നത്, നമുക്ക് ചിലപ്പോൾ നമ്മളെ ട്രാക്ക് മാറിയേക്കാം, നമ്മൾ ചിലപ്പോൾ ട്രാക്കിൽ വീണേക്കാം. പക്ഷെ ദൈവം തമ്പുരാൻ അവിടെ നമ്മുടെ രക്ഷയ്ക്കുണ്ടെന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് നമുക്ക് തീവ്രമായിട്ട്, നമുക്ക് ശക്തമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഓടാം. ആരും നമ്മളെ പിടിച്ച്, ഒരു പാപസ്വഭാവം നമ്മളെ പിടിച്ച് മാറ്റുകയില്ല, ഒരു പാപസ്വഭാവം നമ്മളെ ഭരിക്കാൻ നമ്മളെ അനുവദിക്കുകയില്ല. ദൈവം നമ്മളെല്ലാവരും രക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ സശ്രദ്ധം കേൾക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. അവിടുത്തെ സ്നേഹമാണല്ലോ ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളുടെ കരുത്തിലോട്ട് സമർപ്പിക്കുന്നു കർത്താവെ. ജോസഫിന്റെ യാത്രയിൽ അവിടുന്ന് കൂടെ എന്നെ സഹായിച്ചതോർത്ത് അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. ജോന്റെ പരീക്ഷ റിസൾട്ടിന്റെ കാര്യം കർത്താവെ അങ്ങേ ഫലമേൽപ്പിക്കുന്നു. കർത്താവിന്റെ തീരുമാനം കർത്താവ് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓമന പറഞ്ഞ സ്വാതന്ത്ര്യ വിഷയത്തിനായിട്ട് നന്ദി. മാഷിന്റെ യാത്രയിൽ കർത്താവ് കൂടെ എന്നെ സഹായിച്ചു. ഡെസ്മണ്ടിനെ ഇത്രയും കാലം ദൈവം ജീവനോടെ നിലനിർത്തിയതോർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കാലിബ് പറഞ്ഞ പോലെ എത്രത്തോളം എന്നെ അവിടുന്ന് ജീവനോടെ നിലനിർത്തി കർത്താവെ. ഞങ്ങളെല്ലാം ജീവനോടെ നിലനിർത്തുന്ന ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ സഹായിക്കണം. ഡെസ്മണ്ടിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ കർത്താവ് എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ, ക്രിസ്ത്യ കുടുംബജീവിതം നയിക്കാൻ അവരെ സഹായിക്കണം. അന്നമ്മയും കുഞ്ഞിനെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉള്ളവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിജൻ പറഞ്ഞ സ്തോത്ര വിഷയത്തിനായിട്ട് നന്ദി കർത്താവെ. ബിജന്റെ അസൈൻമെന്റിലോ കർത്താവ് കൂടി സഹായിച്ചല്ലോ, അങ്ങേക്ക് നന്ദി. തുടർന്നുള്ള കാര്യങ്ങളിലും കർത്താവ് സഹായിക്കണം. ജിജോയുടെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിജോ ബ്രദറിലൂടെ വേർപാട് ദുഃഖിക്കുന്ന കുടുംബം, അതിന്റെ എല്ലാ ക്രമീകരണങ്ങളിലും കർത്താവെ കൂടി സഹായിക്കണം. കർത്താവെ, അവിടുന്ന് ഒരു വാതിൽ അടയ്ക്കുമ്പോൾ വേറൊരു വാതിൽ തുറക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, സഹോദരന്റെ വേർപാട് മുഖാന്തരം ഒരു കുടുംബമായിട്ട് സഹിക്കുവാൻ, കഷ്ടപ്പെടുവാൻ ഇടയാക്കരുത്. കർത്താവ് വഴി തുറക്കണം, വാതിൽ തുറക്കണം, അവരെ സമാശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജിജോയെ സമാശ്വസിപ്പിക്കണം. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്താണല്ലോ കർത്താവെ. കർത്താവിന്റെ വലിയ ആശ്വാസം, പരിശുദ്ധാത്മാവിന്റെ കംഫർട്ട് അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആശ്വസിപ്പിച്ചാൽ ആശ്വസിപ്പിക്കപ്പെടും, അവിടുന്ന് സന്തോഷിപ്പിച്ചാൽ സന്തോഷിക്കും. കർത്താവെ, അവിടുന്ന് സകല ജഡത്തിന്റെ മേലും ദൈവമാണുള്ളവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം, ആശ്വാസം നൽകണം, കംഫർട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം അങ്ങനെ തരത്തിലോട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. ഏറെ താഴ്മയോടെ ജീവിക്കുവാൻ, കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി ജീവിക്കുവാൻ, വിശ്വാസത്തിന്റെ നായകനും അതിന് പൂർണ്ണ നൽകുന്നവനുമായിട്ടുള്ള കർത്താവിൽ തന്നെ ആശ്രയം വെച്ച് കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി ജീവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, അവിടുന്ന് കേട്ടല്ലോ.